Yes, Andy. റഹീം ഷാ സ്റ്റാർട്ട് ചെയ്തോളൂ മോനെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലർവാടി ഒരുക്കിയ കണ്ടോണ്ട് മിണ്ടാം എന്ന സൂം മീറ്റിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പരിപാടി ആരംഭിക്കാം. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ കൊച്ചു കൂട്ടുകാരി സെൻഹ മറിയത്തിനെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം സെൻഹ മറിയാം. ആൻഡി സൗണ്ട് ഇല്ല. ദയാലുവായി ദാക്ഷിണ്യശാലിയായി വരുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധി വിധി പറയും ദിവസത്തിനേകാദിവനെ നിയതമാരാത്തിപ്പു ഞങ്ങളങ്ങിയ മാത്രം സതതം സഹായമായി തീപദം തിരുമുമ്പിൽ ഞങ്ങളെ നേരായി മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വരിയല്ല സന്മാർഗാധിഷ്ഠിതൻ വരിയോരുമല്ല. ആനന്ദയാലുവായി ദാക്ഷിണ്യശാലിയായി വരുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. നല്ലൊരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പരിപാടി ആരംഭിച്ചിരിക്കുന്നു. താങ്ക് യു വെരി മച്ച് സെൻഹ. നെക്സ്റ്റ് സ്വാഗത പ്രസംഗമാണ്. സ്വാഗത പ്രസംഗം പറയാൻ നമ്മുടെ പ്രിയ കൂട്ടുകാരി ഹനിയനെ ക്ഷണിക്കുന്നു. വെൽക്കം ഹനിയ. ഐഷ ഹനിയ. ഹനിയ ഇപ്പോഴാണുണ്ട്. പ്രിയപ്പെട്ട മലർവാടി കൂട്ടുകാരെ, രക്ഷിതാക്കളെ, മലർവാടി ബൗഷർ മേഖല അവതരിപ്പിക്കുന്ന കണ്ടോണ്ട് മിണ്ടാം എന്ന പരിപാടിയിലാണ് നാം ഉള്ളത്. കോവിഡ് കാലത്ത് കുട്ടികളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ഈ പരിപാടിയിലെ മുഖ്യാതിഥി ഡോക്ടർ ഷമീം ആണ്.
ഷമ്മിയും ബദർ സമ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധയാണ്. തിരക്ക് പിടിച്ച ഈ സമയത്ത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഡോക്ടർ ഷമീമിന് വാം വെൽക്കം. കൂടാതെ നമുക്ക് വേണ്ടി ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിക്കാൻ പരിശ്രമിച്ച എല്ലാ ആൻറ്റിമാർക്കും എല്ലാ രക്ഷിതാക്കൾക്കും എൻ്റെ എല്ലാ മലർവാടി കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ഹനിയ. ഇന്നത്തെ വെബിനാറിൽ നമുക്കായി ചില ഡോക്ടേഴ്സ് അവരുടെ വിലയേറിയ അറിവുകൾ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട്. അതിൽ ചിലത് കണ്ടാലോ? അസ്സലാമു അലൈക്കും. മലർവാടി ബാലസംഘത്തിലെ എല്ലാ മക്കൾക്കും ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആശംസകൾ. ഞാൻ ഡോക്ടർ അജാസ് ബിൻ അബ്ദു, പീഡിയാട്രീഷ്യനാണ്. കോട്ടക്കൽ അൽമാസ് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ ദിനത്തിൽ നിങ്ങളുമായി 2 കുഞ്ഞ് മെസ്സേജ് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളെല്ലാവരും കോവിഡ് കാരണം വീട്ടിൽ ലോക്ക്ഡൌണിലാണ്. നമുക്ക് ആർക്കും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നില്ല. എന്നാൽ കൊറോണക്കെതിരെയുള്ള യുദ്ധത്തിൽ ഈ രാജ്യത്ത് ഏറ്റവും മുൻനിര പോരാളികളാണ് ഡോക്ടർമാർ. അവർക്ക് വീട്ടിലിരിക്കാൻ കഴിയുകയില്ല. യുദ്ധത്തിലെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്, ആദ്യത്തെ വരിയിൽ തന്നെയുള്ള പോരാളികളാണ് ഡോക്ടർമാർ. കോവിഡ് 2ാം തരംഗത്തിൽ 740ഓളം ഡോക്ടർമാർ നമ്മുടെ രാജ്യത്ത് മരണപ്പെട്ടു കഴിഞ്ഞു. ഈ നാഷണൽ ഡോക്ടേഴ്സ് ദിനത്തിൽ നമ്മുടെ രാജ്യത്ത് വീരമൃത്യു പ്രാപിച്ച എല്ലാ ഡോക്ടർമാരെയും നമുക്ക് ഓർമ്മിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 2 ദിവസം മുമ്പാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ 24 വയസ്സുള്ള ഒരു യുവ ഡോക്ടർ കോവിഡ് കോംപ്ലിക്കേഷൻ മൂലം മരണപ്പെട്ടത്. ഇങ്ങനത്തെ ജീവൻ മരണ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും വൈരുദ്ധ്യം എന്ന് പറയട്ടെ, ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വയലൻസ്, അക്രമം നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഡോക്ടർമാർ ഉള്ളത്. ഇന്ത്യയിലാകട്ടെ കേരളത്തിലാകട്ടെ ദിനേന എന്നോണം മാനസികമായും ശാരീരികമായുമുള്ള അക്രമങ്ങൾ ഡോക്ടർമാർ ജോലി സ്ഥലത്ത് നേരിടുന്നു. ഡോക്ടർമാർ മാലാഖയല്ല, ഡോക്ടർമാർ ദൈവമല്ല, അവർ മനുഷ്യർ മാത്രമാണ്. മനുഷ്യർ വികസിപ്പിച്ച ചികിത്സ കൊടുത്ത് രോഗിയെ രക്ഷിച്ചെടുക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞേക്കാം, പക്ഷെ എല്ലായ്പ്പോഴും മരണം തടയുവാൻ ഡോക്ടർമാർക്ക് കഴിയുകയില്ല. മരണം തീരുമാനിക്കുന്നത് മുകളിലുള്ള ആളാണല്ലോ. അപ്പോൾ ഡോക്ടർമാർക്കെതിരെയുള്ള അക്രമം തെറ്റാണ്, തിന്മയാണ്, തടയേണ്ടതാണ് എന്ന കാര്യം മക്കളെല്ലാവരും ഇന്ന് തന്നെ വീട്ടിൽ പോയി ഫാദറിനോടും മദറിനോടും പറയണം. പറയില്ലേ? ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സഞ്ജയൻ, മസ്കറ്റിൽ ഓൾ സീസൺ ആയുർവേദ ക്ലിനിക്കിലും കൊല്ലത്ത് സിദ്ധാര ആയുർവേദ ക്ലിനിക്കിലും പ്രാക്ടീസ് ചെയ്യുന്നു. എനിക്ക് 25 വർഷത്തിലേറെ പ്രവർത്തന പരിചയമുണ്ട്. ആയുർവേദം എന്നത് ഒരു ചികിത്സാശാസ്ത്രം എന്നതിനേക്കാൾ ഉപരി ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള സമസ്ത മേഖലകളെയും പറ്റി വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഇതിന് 5000-ലേറെ വർഷം പഴക്കമുണ്ട്. നമ്മുടെ ഒരു ആധികാരിക ഗ്രന്ഥമായ സുശ്രുത സംഹിതയിൽ 2000-ലേറെ വർഷം പഴക്കമുള്ള സുശ്രുത സംഹിതയിൽ ഇങ്ങനെ പറയുന്നു ആരോഗ്യത്തെക്കുറിച്ച്: സമദോഷമായിരിക്കുക, അതായത് വാദപിത്തകഫങ്ങളായ ദോഷങ്ങൾ സമമായിട്ടിരിക്കുക, സമാഗ്നിയായിരിക്കുക, നമ്മുടെ ദഹനം, പചനം മുതലായവ സമമായിരിക്കുക, സമധാതു മലക്രിയ, നമ്മുടെ ശരീരധാതുക്കളായ രസ, രക്ത, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം ഇവയെല്ലാം സമാവസ്ഥയിലായിരിക്കുക, ഇവയുടെ ഫോർമേഷൻ എല്ലാം കൃത്യമായിട്ടിരിക്കുക, സമമലക്രിയ, നമ്മുടെ മലമൂത്രാദി വിസർജനങ്ങൾ കൃത്യമായിട്ട് പോകുക, പ്രസന്ന ആത്മാവായിരിക്കുക, പ്രസന്ന ഇന്ദ്രിയമായിരിക്കുക, പ്രസന്ന മനസ്സായിരിക്കുക. ഈ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു വ്യക്തി സ്വസ്ഥനാണ്, രോഗമില്ലാത്ത ആളാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഒരു വ്യക്തി ആരോഗ്യവാനായിരിക്കാൻ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ നിത്യം ഹിതാഹാര വിഹാരസേവ, സ്ഥിരമായിട്ട് ഹിതമായിട്ടുള്ള, സൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായുള്ള ആഹാരവും വിഹാരവും ശീലിക്കുക.
സമീക്ഷകാരി, നോക്കി കണ്ട് അറിഞ്ഞ് പ്രവർത്തിക്കുക. വിഷയേഷു അസക്ത, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അവയുടെ വിഷയങ്ങളുണ്ട്. കണ്ണിൻ്റെത് കാണുക, ചെവിയുടെ കേൾക്കുക, നാവിൻ്റെത് രസന ടേസ്റ്റ് ആസ്വദിക്കുക. ഇങ്ങനെയുള്ള അവയുടെ വിഷയങ്ങളിൽ കൂടുതൽ ആസക്തി ഉണ്ടായിരിക്കുക. ഒന്നും കൂടുതലായിരിക്കുക, തീരെ കുറയാതെ ഇരിക്കുക. അത് വേണ്ട രീതിയിൽ ശരിയായിട്ട് ഉപയോഗിക്കുക. ദാതാവായിരിക്കുക, കൊടുക്കുന്ന ശീലം, ദാനശീലം ഉണ്ടായിരിക്കുക. സത്യപരനായിരിക്കുക, സത്യനിഷ്ഠ ഉണ്ടായിരിക്കുക, പരമാവധി സത്യം പറയുന്നതിൽ വ്യാപൃതനായിരിക്കുക. ഇതൊക്കെയുള്ള വ്യക്തിക്ക് രോഗം ഉണ്ടാകാതിരിക്കാൻ ആണ് സാധ്യത കൂടുതലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്, വേഗ ഉദീരണ ധാരണമാണ് രോഗങ്ങളുടെ മിക്കവാറും കാരണമെന്ന്. നമ്മുടെ പ്രകൃതിയുള്ള മലമൂത്ര വിസർജനാദികൾ, തുമ്മൽ, ഈ കാര്യങ്ങളെ യഥാവിധി പ്രവർത്തിക്കുക. നമുക്കൊരു അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായാൽ, അർജുണ്ടായാൽ, അങ്ങനെ ഒരു വേഗം ഉണ്ടായാൽ അതിന് എത്രയും പെട്ടെന്ന് തന്നെ വളരെ സുരക്ഷിതമായ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക. ഓരോ വേഗങ്ങളെയും തടഞ്ഞു വെച്ചാൽ, ഓരോ അർജസിനെയും, ഒരു പ്രവൃത്തിയുള്ള അർജസിനെ തടഞ്ഞു വെച്ചാൽ അത് അതിൻ്റെതായ രോഗങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്, കാൻഡ് ഫുഡ്, പ്രിസർവേറ്റീവ് ചേർന്ന ഫുഡ്, ഇത് പരമാവധി ഒഴിവാക്കുക. നിത്യമായിട്ട് വ്യായാമം ശീലിക്കുക. സൂര്യപ്രകാശം എന്നും ഒരു ദിവസം അരമണിക്കൂറെങ്കിലും കൊള്ളാനുള്ള നടപടി എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം, നന്ദി. റഹീം ഷാ അൺമ്യൂട്ട് ആണല്ലോ, കണ്ടിന്യൂ ചെയ്യൂട്ടാ. നമ്മുടെ ഈ കോവിഡ് കാലത്തെ നമ്മുടെ സൂപ്പർ ഹീറോസ് ആണ് നമ്മുടെ ഈ ഡോക്ടർമാർ. ആ ഡോക്ടർമാർക്ക് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. നെക്സ്റ്റ് ആശംസ പ്രസംഗമാണ്. ആശംസ പ്രസംഗം പറയാൻ അനുഗ്രഹയെ ക്ഷണിച്ചു കൊള്ളുന്നു. വെൽക്കം അനുഗ്രഹ. വ്യത്യസ്തത്തോടനുബന്ധിച്ചുള്ള ഈ ഒത്തുചേരലിൽ എത്തിച്ചേർന്ന ഡോക്ടർ ഷമി മാമിനും മറുപടി കൂട്ടുകാർക്കും എല്ലാ ആന്റിമാർക്കും എന്റെ നമസ്കാരം. കോവിഡ് മരണം കുറയ്ക്കുക എന്നതാണ് ഈ വർഷത്തെ ഡോക്ടേഴ്സ് ദിന സന്ദേശം. ചുവന്ന കാർനേഷൻ പുഷ്പമാണ് ഈ ദിവസത്തിന്റെ ചിഹ്നം. ത്യാഗം, സ്നേഹം, കാരുണ്യം, ധീരത എന്നിവയാണ് ഈ പൂ സൂചിപ്പിക്കുന്നത്. കുറച്ചു നേരം മാസ്ക് ഇടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ സമൂഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ദിവസത്തിന്റെ മിക്ക സമയത്തും മാസ്കും ഗ്ലൗസും ഇട്ട് ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിനെ ഈ നിമിഷം ഓർക്കുന്നു. കൊറോണ കാലത്തെ വിശ്രമമില്ലാത്ത ഈ സേവനത്തെ നന്ദിയോടെ ആദരിക്കുന്നു. നമ്മുടെ ജീവന്റെ കാവലായി ഈ മഹാമാരിക്കെതിരെ പോരാടുന്ന ഓരോ ഡോക്ടേഴ്സിനും ഡോക്ടേഴ്സ് ദിന ആശംസകൾ. ഒപ്പം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു അനുഗ്രഹ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് പല നേട്ടങ്ങളിലൂടെ പ്രശസ്തയാർജിച്ച കുറച്ച് ഡോക്ടർമാരെ പറ്റിയുള്ള അറിവുകൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ തയ്യാറാക്കിയ വീഡിയോ കണ്ടാലോ? ഡോക്ടർമാരുടെ സേവനം ഇന്ന് സമൂഹത്തിൽ ഏറെ വിലമതിക്കുന്നതാണെന്ന് നമ്മൾക്കറിയാമല്ലോ. ഈ മഹാമാരി കാലഘട്ടത്തെ മറികടക്കാൻ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വാക്കുകൾക്ക് അതീതമാണ്. അവർ നൽകുന്ന ആത്മവിശ്വാസത്തിലൂടെയും അവരുടെ കഴിവുകളിലൂടെയും ഒരുപാട് ജീവൻ നിലനിർത്തുന്നതിന് അവരാൽ കഴിയും വിധം അവർ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. നമുക്കെല്ലാം അതറിയാം. അങ്ങനെ പല പല നേട്ടങ്ങളിലൂടെ പ്രശസ്തി ആർജിച്ച കുറച്ച് ഡോക്ടർമാരെ പറ്റി നമുക്കൊന്നറിഞ്ഞാലോ? ഞാൻ ഹാമി ഫിസാൻ. ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡോക്ടർ അനൂപ് കുമാറെയാണ്. ഡോക്ടർ അനൂപ് കുമാർ
മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റിലെ ക്രിട്ടിക്കൽ കെയർ മെഡിക്കൽ കൺസൾട്ടന്റും ചീഫുമാണ്. ICUവിലെ സങ്കീർണമായ കേസുകളും പകർച്ചവ്യാധികളും കൈകാര്യം ചെയ്തത് ഇദ്ദേഹമായിരുന്നു. 2018 പടർന്നു പിടിച്ച നിപ്പ എന്ന വൈറസ് കണ്ടുപിടിച്ചതും അതിന്റെ തുടർ പ്രവർത്തനങ്ങളും ചെയ്തത് ഇദ്ദേഹമായിരുന്നു. കേരള സർക്കാരിന്റെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡും കൈരളി ടിവിയുടെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡും ഇദ്ദേഹത്തിനായിരുന്നു ലഭിച്ചിരുന്നത്. ദേശീയ ക്രിട്ടിക്കൽ കെയർ മെഡിക്കൽ കോൺഫറൻസുകളിൽ ക്ഷണിക്കപ്പെട്ട ഒരാളായിരുന്നു ഇദ്ദേഹം. എൻ്റെ പേര് അസ്മൻ ഐഷ. ഇന്ന് ഡോക്ടർ PC റോയിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഡോക്ടർ PC റോയ് ഇന്ത്യയിൽ ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ഡോക്ടർ PC റോയ് എന്ന പ്രതിഭയായ ഡോക്ടറോടുള്ള ബഹുമാനം കൊണ്ടാണ്. പ്രശസ്തനായ ഒരു ഇന്ത്യൻ ഡോക്ടർ, വിദ്യാഭ്യാസ വിദഗ്ധൻ, മനുഷ്യസ്നേഹി, സ്വാതന്ത്ര്യ സമര സേനാനി എന്നിവ കൂടാതെ 1948 മുതൽ 1962 മരണം വരെ തന്റെ പ്രാഗൽഭ്യം വിവിധ ഇടങ്ങളിൽ തെളിയിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ PC റോയ്. 1961 ഫെബ്രുവരി 4 ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം PC റോയ്ക്ക് ലഭിച്ചു. എൻ്റെ പേര് ഗായത്രി ബിജു. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡോക്ടർ VP ഗംഗാധരൻ. 1954 ഡോക്ടർ VP ഗംഗാധരൻ്റെ ജനനം. ഡോക്ടർ VP ഗംഗാധരൻ അർബുദ ചികിത്സാ രംഗത്ത് ശ്രദ്ധേയനായ ഓങ്കോളജിസ്റ്റാണ്. 2004 കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിക്ക് രൂപം നൽകുന്നതിൽ പരേതനായ ഡോക്ടർ ചെറിയാൻ ജേക്കബിനൊപ്പം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മെഡിക്കൽ ഓങ്കോളജിയിൽ ബിരുദം നേടി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ മെഡിക്കൽ ഓങ്കോളജിസ്റ്റായി 1984 ജോലിയിൽ പ്രവേശിച്ചു. എൻ്റെ പേര് അമാൻ ഫഹദാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഫേമസ് ആയ ഒരു ഡോക്ടറെ കുറിച്ചാണ്. വാക്സിൻ എന്ന വാക്കു നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? അത് കണ്ടുപിടിച്ചത് ആരാ എന്നറിയൂ? ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ആണ്. സ്മോൾ പോക്സ് എന്ന മാരകമായ അസുഖത്തിനു വാക്സിൻ കണ്ടുപിടിച്ചതു ഡോക്ടർ ജെന്നർ ആണ്. അങ്ങനെ കുറെ ആൾക്കാരുടെ ജീവൻ സംരക്ഷിച്ചു. ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറെ വാക്സിൻസ് ഉണ്ട്. ഉദാഹരണം MMR, പോളിയോ, ഫ്ലൂ, ടെറ്റനസ് എക്സെട്ര. ഇവരെ പോലെ പല ഡോക്ടേഴ്സ് നമുക്ക് മെഡിസിൻസും ട്രീറ്റ്മെന്റ്സും വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് ഡേ അനുബന്ധിച്ച് നമ്മുടെ കൂട്ടുകാർ പറഞ്ഞതുപോലെ ഡോക്ടർ അലക്സാണ്ടർ ഫ്ലെമിംഗ്, ഡോക്ടർ അനൂപ് കുമാർ, ഡോക്ടർ VC റോയ്, ഡോക്ടർ VP ഗംഗാധരൻ ഇവരെയെല്ലാം നമുക്ക് മനസ്സിലായി. ഇവരിനോടൊക്കെ നമുക്കൊരു വലിയൊരു നന്ദി അറിയിക്കാം. ഇനി വരുന്ന തലമുറകൾ നമ്മളിൽ നിന്നും ഇതുപോലെയുള്ള പ്രശസ്തിയായ ഡോക്ടറിനെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Doctor's Day. Happy Doctor's Day. Happy Doctor's Day. Happy Doctor's Day. Happy Doctor's Day. Doctor's Day. Doctor's Day. Doctor's Day. Happy Doctor's Day. Doctor's Day. Happy 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 Doctor's ഓക്കെ ഓക്കെ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പോവാട്ടാ. റഹീം ഷാ, നമ്മുടെ കൂട്ടുകാർ തയ്യാറാക്കിയ വീഡിയോ സൂപ്പർ ആയിരുന്നു അല്ലേ? ഇത് അവതരിപ്പിച്ച എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഡോക്ടറിന്റെ വീഡിയോസ് കൂടി നമുക്ക് കാണാം.
എൻ്റെ പേര് ഡോക്ടർ മുജീബ് റഹ്മാൻ, ENT സ്പെഷ്യലിസ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കിടയിലുള്ള ഹെഡ്ഫോൺ യൂസ്. അത് നമുക്കിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. അത് ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കുവാൻ വേണ്ടിയാവട്ടെ, ഒഴിവ് സമയം ചെലവഴിക്കുന്ന മ്യൂസിക്കുകൾക്കോ ഗെയിമുകൾക്കോ അതും മറ്റുമാവട്ടെ. ഇത് ഒരു പരിധിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ കേൾവിയെ തന്നെ സാരമായി ബാധിക്കാവുന്ന ഒന്നാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഈ സമയത്ത് നമ്മൾ അനുവർത്തിക്കേണ്ട ചില ബേസിക് ടിപ്സ് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കേൾക്കുന്ന ഹെഡ്ഫോണിൻ്റെ വോളിയം ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു സിമ്പിൾ ഫോർമുല എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഹെഡ്സെറ്റിൻ്റെ വോളിയം 60% കൂടുതൽ കൂട്ടാതിരിക്കുക. ഒരു സ്ട്രെച്ചിൽ 60 മിനിറ്റ് മാത്രം കേൾക്കുക എന്നുള്ളതാണ്. ഇതിനുശേഷം ഒരു ഗ്യാപ്പ്, ഒരു ബ്രേക്ക് കൊടുക്കുക. ഈ ബ്രേക്കിൽ വീണ്ടും നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്ന ആളാണെങ്കിൽ ബ്രേക്ക് എടുക്കാൻ വേണ്ടി മ്യൂസിക്കിലേക്കോ ഗെയിമിലേക്കോ ആ സമയത്ത് പോകാതിരിക്കുക. നിങ്ങളുടെ ചെവിക്ക് പൂർണ്ണമായിട്ടും റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പഠിക്കാൻ, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന വീട്ടിലുള്ള മുറികൾ അല്ലെങ്കിൽ സ്ഥലം താരതമ്യേന ശബ്ദം കുറഞ്ഞ, അതായത് പുറത്തുള്ള ചുറ്റുപാടുള്ള ശബ്ദം കുറഞ്ഞ ഏരിയ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം, നിങ്ങളുടെ ഹെഡ്ഫോണിൻ്റെ വോളിയം നിങ്ങൾ കൂട്ടുന്നത് പുറത്തുള്ള ശബ്ദം, ആംബിയൻസ് സൗണ്ട് എത്ര ഉണ്ട് എന്നനുസരിച്ചാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദം കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഹെഡ്ഫോണിൻ്റെ വോളിയം നിങ്ങൾ അറിയാതെ തന്നെ കൂട്ടുകയും അത് അമിത ലെവലിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ കേൾവിയെ ഒരു പരിധിവരെ ബാധിക്കാവുന്നതാണ്. രണ്ടാമതായി, നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റുകൾ, അത് പുറത്തുള്ള ശബ്ദത്തെ ഐസൊലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പുറത്തെ ശബ്ദം പൂർണ്ണമായിട്ടും ക്യാൻസൽ ചെയ്യുന്ന രീതിയിലുള്ള നോയിസ് ക്യാൻസലിംഗ് ഹെഡ്സെറ്റ് ഇവ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹെഡ്ഫോൺ ഇയർഫോൺ തമ്മിലൊരു ചോയ്സ് ഉണ്ടെങ്കിൽ ഹെഡ്ഫോൺ ഇയർഫോണിനേക്കാൾ പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ള കാര്യം, ചില അൺഹെൽത്തി ലിസണിങ് ഹാബിറ്റ്സ്. ഉച്ചത്തിലുള്ള മ്യൂസിക്കുകൾ, ശബ്ദം തുടർച്ചയായിട്ട് കേൾക്കാതിരിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ചെവിയിൽ ഇയർഫോൺ വെച്ച് മ്യൂസിക് കേട്ടുകൊണ്ട് ഉറങ്ങുക. ഇത് പോലുള്ള അൺഹെൽത്തി ലിസണിങ് ഹാബിറ്റ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി, ആരോഗ്യകരമായ ഭക്ഷണം, വളരെ കൃത്യമായിട്ടുള്ള ഉറക്കം, വ്യായാമം എന്നിവ നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഹലോ എവറി വൺ, ഐ എം ഡോക്ടർ ദീപ ഫ്രം ഇസ്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടിപ്സ് ടു റെഡ്യൂസ് ദ സൈഡ് എഫക്ട്സ് ഓഫ് ഓൺലൈൻ ക്ലാസ്സസ്. ഈ കൊറോണ ടൈം ആയത് കാരണം നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് കുറയ്ക്കാനുള്ള 4 പോയിന്റ്സ് ആണ് ഞാനിവിടെ പറയുന്നത്. ഗുഡ് സ്ലീപ്പ്, ഗുഡ് ഫുഡ്, ഗുഡ് എക്സസൈസസ്, ഗുഡ് പോസ്ചർ. സ്ലീപ്പ്, 12 വയസ്സ് വരെയുള്ള കുട്ടികൾ 9 to 10 hours മിനിമം ഉറങ്ങിയിരിക്കണം. 1 to 2 hours മുന്നേ തന്നെ നമ്മൾ ലാപ്ടോപ്സും മൊബൈൽസൊക്കെ യൂസ് ചെയ്യാതെ മാറ്റിയിട്ടുണ്ടാവണം. ഫുഡ്, വാട്ടർ ഇൻടേക്ക് 4 to 5 glass per day കുട്ടികൾ വെള്ളം കുടിച്ചിരിക്കണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ്, നെവർ മിസ് ഇറ്റ്. അത് നമ്മുടെ ബ്രെയിൻ ഫുഡാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഇൻ ബിറ്റ്വീൻ സ്നാക്സ് കഴിക്കാം. എന്തൊക്കെ കഴിക്കാം? ഫ്രൂട്ട്സ് ആകാം, റോസ്റ്റഡ് നട്ട്സ് ആകാം, പോപ്കോൺസ്, ഒരു ഗ്ലാസ് പാലാകാം. ഓക്കെ. ഒരു കാര്യം ശ്രദ്ധിക്കണം, സേ നോ ടു ജങ്ക് ഫുഡ്സ്. ഇനി എക്സസൈസസ്, ഡെയിലി കുട്ടികൾ 5 to 10 minutes എക്സസൈസ് ചെയ്തിരിക്കണം. സ്കൂളിലൊക്കെ ചെയ്യുന്ന സ്ട്രെച്ച് എക്സസൈസസ്. ഇനി പോസ്ചർ, അതായത് നമ്മുടെ സിറ്റിംഗ് പൊസിഷൻ. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ബാക്ക് സപ്പോർട്ടുള്ള ചെയറിലിരുന്ന് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ബെഡിലൊക്കെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ മിനിമം 1 arm ലെങ്ത് ഡിസ്റ്റൻസ് ഉണ്ടാവണം നമ്മുടെ സ്ക്രീനുമായിട്ട്.
പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇൻ ബിറ്റ്വീൻ നമുക്ക് ബ്രേക്സ് എടുക്കാം, പിന്നെ വാഷ് ചെയ്യാം ഫേസ് എല്ലാം. അങ്ങനെ കണ്ണിനൊക്കെ നല്ല റിലാക്സേഷനൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കില്ലേ? താങ്ക് യു. ഈ നല്ല മെസ്സേജുകൾ പകർന്നു തന്ന നമ്മുടെ ഈ 2 ഡോക്ടേഴ്സിനും താങ്ക് യു സോ മച്ച്. ഇന്നത്തെ നമ്മുടെ അതിഥിയെ എത്തിയ ശിശുരോഗ വിദഗ്ധയായ ഡോക്ടർ ഷമീം ആന്റിയെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ മലർവാടി മെയിൻ കോർഡിനേറ്റർ ഹുസ്ന ആന്റിയെ ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം ഹുസ്ന ആന്റി. ഹലോ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ഡോക്ടർ ഷമീം. പ്രിയപ്പെട്ട മലർവാടി കൂട്ടുകാരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, നമസ്കാരം. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്കിടയിൽ എല്ലാ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ പ്രത്യേകം പ്രശംസിക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്ത്. അതിനാൽ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആയ ജൂലൈ 1 നമുക്ക് ഇന്ന് ഇവിടെ ആഘോഷിക്കുകയാണ്. കണ്ടോണ്ട് മിണ്ടാം എന്ന നമ്മുടെ ഈ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന നമ്മുടെ അതിഥിയാണ് ഡോക്ടർ ഷമീം. അസൈബ മലർവാടി കുട്ടികളെ സംബന്ധിച്ച് എല്ലാവർക്കും പരിചയമായിരിക്കും. കാരണം അവിടെയാണ് ഡോക്ടറിന്റെ 2 മക്കളും ഉള്ളത്, അസൈബ മലർവാടിയിലുള്ള മുഹ്സിനയും റൈഹാനും. നമ്മുടെ പരിസരത്തുള്ള അൽക്വയർ ബദറൽ സമയിലാണ് പീഡിയാട്രിക് വിഭാഗത്തിലാണ് ഡോക്ടർ ഷമീം സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ലീവില് നാട്ടിലാണ്. അവിടെ നിന്നാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഡോക്ടറിന്റെ ഹസ്ബൻഡ് സെയിം ഹോസ്പിറ്റൽ ഇന്റേണിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പേര് ഡോക്ടർ അനീഷ് റഹ്മാൻ. ഡോക്ടർ മസ്കറ്റിൽ സ്ഥിരതാമസമാക്കിയിട്ട് 6 വർഷമായി. നാട്ടില് തിരുവനന്തപുരം ആണ് സ്വദേശം. ഡോക്ടറിന്റെ പഠനം നോക്കുകയാണെങ്കിൽ MBBS ഡിഗ്രി പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും PG പഠിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിലുമാണ്. നമ്മുടെ ഇന്നത്തെ സെക്ഷൻ കണ്ടോണ്ട് മിണ്ടാം. അതിൽ ഡോക്ടർ കോവിഡ് തരംഗങ്ങളും കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കുന്നതാണ്. അതിനുശേഷം പാരന്റ്സിനോ കുട്ടികൾക്കോ വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾക്ക് തീർത്തു തരുന്നതായിരിക്കും. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദിച്ചറിയാം ബാക്കി. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. വെൽക്കം ഡോക്ടർ ആന്റി. താങ്ക് യു റഹീം ഷാൻ. തുടങ്ങട്ടെ? യെസ് ആന്റി. യെസ് ആന്റി. എണീറ്റോ? വെള്ളം വെച്ചോ? അപ്പോ മലർവാടിയിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും അവരുടെ പാരന്റ്സിനും ഇതിന്റെ ഓർഗനൈസേഴ്സ് എല്ലാവർക്കും എന്റെ നമസ്കാരം. പിന്നെ ഈ ടോക്കിന് എന്നെ ക്ഷണിച്ചതിനും വളരെ നന്ദി. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇന്നിപ്പോ നമ്മള് ഇവിടെ ടോപ്പിക് എന്താണെന്നറിയാലോ, COVID-19 പാൻഡമിക് അല്ലെ, മഹാമാരി. മഹാമാരി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എല്ലാ കുട്ടികളും മ്യൂട്ടഡ് ആയതുകൊണ്ട് അപ്പൊ ഞാൻ ആദ്യം സംസാരിക്കാം, പക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. എല്ലാവർക്കും എല്ലാം മനസ്സിലാവണം എന്നില്ല, കാരണം നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്. മനസ്സിലാവുന്നിടത്തോളം മനസ്സിലാവട്ടെ, പക്ഷെ ഇൻ ദ എൻഡ് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അപ്പോ എന്തിനാണ് നമ്മളിപ്പോ എല്ലാവരും കോവിഡിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു? കോവിഡ് വന്നു, എത്രയോ രോഗങ്ങളുണ്ട് ഈ ലോകത്ത്, എത്രയോ തരം പനികൾ എല്ലാവർക്കും വരുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പനി വന്നപ്പോ മാത്രം എന്തേ സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടി, എല്ലായിടവും ലോകം തന്നെ ഒരു ബ്രേക്ക് ഇട്ട മാതിരി, അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിൽ പോണ മാതിരി ഒരു എല്ലാം ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു. എല്ലായിടത്തും ലോക്ക്ഡൗൺ. അതൊക്കെ എന്തേ വന്നത്? ഈ രോഗത്തിന് മാത്രം
കാരണം COVID-19 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു അസുഖം എന്താണ്? ഇന്നേ വരെ മനുഷ്യ സമൂഹത്തില് മനുഷ്യനെ ബാധിക്കാത്ത തരം ഒരു രോഗമാണ്. ആദ്യമായിട്ട് മനുഷ്യ ശരീരത്തിലേക്ക് കയറുകയും ഒരു പുതിയ തരം ഒരു അസുഖം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ലോകത്തില് ഒരു മനുഷ്യനും ഇതിനോടകം മുന്നേ 2019 മുന്നേ ഈ അസുഖം ആദ്യമായിട്ട് വരുന്നതിന് മുന്നേ ഇതിനോട് എക്സ്പോസ്ഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക്, മനുഷ്യന്റെ രോഗപ്രതിരോധ ശക്തിക്ക് ഈ വൈറസിനെ അറിയില്ല. അപ്പൊ മനുഷ്യന് ഇതിനെതിരായിട്ട് ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റും? ഈ ഒരു രോഗം ഒരു മനുഷ്യരിൽ നിന്ന് മറ്റു മനുഷ്യരിലേക്കെല്ലാം ഇത് സ്പ്രെഡ് ചെയ്യും. കാരണം ആർക്കും തന്നെ ഇമ്മ്യൂണിറ്റി ഇല്ല. ഈ വൈറസ് മനുഷ്യന് പുതിയതാണ്. എന്നാൽ മുന്നേ ഈ ലോകത്ത് ഉണ്ടായിരുന്നോ, ഈ വൈറസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. കാരണം മൃഗങ്ങളിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അത് മനുഷ്യനെ ബാധിക്കാത്ത ഒരു വൈറസ് ആയിട്ട് അങ്ങനെ നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോ എന്തോ ഒരു വ്യത്യാസം, ആ വൈറസിൽ എന്തോ ഒരു വ്യത്യാസം വരികയും മനുഷ്യനെ അത് ബാധിക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു പുതിയ രോഗം വന്നത്. അപ്പോ മനുഷ്യനില് പെട്ടെന്ന് കയറി സ്പ്രെഡ് ആവുകയും പുതിയ തരം രോഗം ഉണ്ടാവുകയും ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമില്, വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒത്തിരി മനുഷ്യർ ഇൻഫെക്റ്റഡ് ആവുകയും ആ രോഗം പിടിപെടുന്ന ആളുകളിൽ കുറെ ആൾക്കാർക്ക് രോഗം സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുകയും ICUയിൽ കയറ്റുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് എല്ലാം സ്കൂളുകൾ കൂട്ടിയും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. മസ്കറ്റിലുള്ളവർക്ക് ഇന്ത്യയിൽ പോകാൻ പറ്റില്ല, ഇന്ത്യയിലുള്ളവർക്ക് മസ്കറ്റിൽ പോകാൻ പറ്റില്ല, ട്രാവൽ ബാൻ, ലോക്ക്ഡൌൺ, ഇതെല്ലാം വരാനും കാരണം അതാണ്. എന്താ പറ്റുക? ഒത്തിരി പേര് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഇൻഫെക്റ്റഡ് ആകുമ്പോൾ എന്ത് പറ്റും? ഹോസ്പിറ്റൽസ് എല്ലാം നിറയും. സാധാരണ ആശുപത്രികളിൽ എന്താ പലതരം അസുഖങ്ങളുള്ളവരാണ് വരിക, അല്ലെ? എന്നാൽ കോവിഡ് വന്നപ്പോ എന്ത് പറ്റി? ഹോസ്പിറ്റൽ ബെഡ് എല്ലാം ഫില്ലായി. എന്തുകൊണ്ട്? വെറും കോവിഡ് എന്ന അസുഖം കൊണ്ട് മാത്രം ആശുപത്രികളിലെ എല്ലാ ബെഡും ഫില്ലാവും. അപ്പൊ എന്താ, ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കോ നഴ്സുമാർക്കോ ഉള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു പേഷ്യന്റ് ലോഡ് വരുന്നു. അപ്പൊ അങ്ങനെ വന്നാൽ എന്ത് പറ്റും? കുറെ പേര് നോക്കാൻ പറ്റില്ല. കുറെ പേർക്ക് നമുക്ക് എന്തെങ്കിലും ചികിത്സ ഉണ്ടെങ്കിൽ തന്നെ അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോ രോഗം സീരിയസ് ആവുന്നവരുടെ എണ്ണം കൂടും, ഈ രോഗം കാരണം മരണപ്പെടുന്നവരുടെ തോത് കൂടും. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് രോഗത്തിന്റെ സ്പ്രെഡ് കുറയ്ക്കുക എന്ന നിലയിലേക്ക് വരാനാണ് സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടുകയും ലോക്ക്ഡൌൺ വരികയും ഒക്കെ ചെയ്തത്. അപ്പൊ ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോ ഈ പാൻഡമിക് എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ പാൻഡമിക് എന്ന് പറഞ്ഞാല് രോഗം മുഴുവൻ പെട്ടെന്ന് കയറി സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖം. അതാണ് പാൻഡമിക് എന്ന് പറയുന്നത്. അപ്പോ ഈ കോവിഡ് എന്ന് പറയുന്നത് ആദ്യം ഒരു രാജ്യത്തിൽ തുടങ്ങി, പിന്നെ മനുഷ്യന് മൂവ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ട്രാവൽ ചെയ്യുന്നതാണ് മനുഷ്യൻ. ട്രാവലിംഗിന്റെ ഫെസിലിറ്റീസ് കൂടി. അത് കാരണം ഒരു രാജ്യത്ത് ഉണ്ടായിരുന്ന അസുഖം ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തു. അപ്പൊ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തത് മാത്രമല്ല, അത് പിന്നെയും വേവ്സ് ആയിട്ട് വരികയാണ്. അതാണ് ഈ കോവിഡ് തരംഗം വരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കോവിഡ് എന്താണ് ഈ വേവ്സ് എന്ന് പറയുന്നത്? വേവിന് എന്താ? ആദ്യം ഒരു കയറ്റം ഉണ്ടാവും, പിന്നെ എന്താ ഒരു പീക്ക്, ഏറ്റവും പൊക്കമുള്ള ഒരു അവസ്ഥ ഉണ്ടാവും, പിന്നെ എന്താ ഒരു താഴ്ച ഉണ്ടാവും. അതാണ് ഒരു തരംഗം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം സ്പ്രെഡ്, ഈ രോഗം സ്പ്രെഡ് ചെയ്യുന്നത് വളരെ പതിയായിരിക്കും. വളരെ പതിയെ കുറെ പേർക്ക് ഇൻഫെക്റ്റഡ് ആവും. പിന്നെ എന്ത് പറ്റും? ആ ഇൻഫെക്റ്റഡ് ആയ ആൾക്കാരിൽ നിന്ന് പെട്ടെന്ന് കുറെ പേർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ ഒത്തിരി പേര് ഇൻഫെക്റ്റഡ് ആവുന്നു. അതാണ് ആ പീക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ, കോവിഡ് തരംഗത്തിന്റെ പീക്ക്. പിന്നെയും എന്താ, ആ ഇൻഫെക്റ്റഡ് ആയ ആൾക്കാർക്കൊക്കെ അസുഖം ഭേദമാവുന്നു. പിന്നെ എല്ലാ ഗവൺമെന്റ് കൺട്രോൾ മെഷേഴ്സ് വരുന്നു. ആൾക്കാർ പേടിക്കുന്ന, ഒത്തിരി പേർക്ക് ഇൻഫെക്ഷൻ വരുന്നു. അവർ സ്വയം ഒരു കൺട്രോൾ മെഷർ എടുക്കാൻ സന്നദ്ധരാകുന്നു. അപ്പൊ എന്ത് പറ്റും? പിന്നെയും ഇൻഫെക്ഷന്റെ റേറ്റ് കുറയും. അങ്ങനെയാണ് ആ തരംഗം കുറയുന്നത്. അപ്പൊ ഈ മഹാമാരികൾ വരുന്നത് ഇൻ വേവ്സ് ആണ്. അപ്പൊ ഇപ്പൊ ഒരു വേവ് കഴിഞ്ഞു, 2020 ഒരു വേവ് കഴിഞ്ഞു, 2021 രണ്ടാമത്തെ ഒരു വേവ് വന്നു എന്ന് നമ്മൾ അറിഞ്ഞ എങ്ങനെയാ?
ഒത്തിരി പേര് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആയി, ഹോസ്പിറ്റൽസ് എല്ലാം നിറഞ്ഞു, ഓക്സിജൻ കിട്ടാനില്ല, ഒത്തിരി പേര് മരണപ്പെടുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു കഴിഞ്ഞ കുറെ മാസങ്ങള്. എന്നിട്ട് അത് ഇപ്പം മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ട്. അത്രത്തോളം ഇൻഫെക്ഷന്റെ സ്പ്രെഡ് വന്നിട്ടില്ല. പീക്ക് ലെവൽ കഴിഞ്ഞു, ആ വേവിന്റെ താഴോട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നമ്മൾ. ഇനി നമ്മുടെ ഡിസ്കഷൻ പ്രോപ്പറിലോട്ട് വരാം. എന്താണ് നമ്മുടെ ഡിസ്കഷൻ പ്രോപ്പർ? ഇനിയൊരു കോവിഡ് തരംഗം ഉണ്ടാകുമോ, മൂന്നാമതൊരു തരംഗം ഉണ്ടാകുമോ, അതിൽ കുട്ടികളെ ആണോ കൂടുതൽ എഫക്ട് ചെയ്യുന്നത്? ഇതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മൂന്നാമതൊരു കോവിഡ് തരംഗം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്താണ് ഇരിക്കുക. എന്താണ് ഈ നമ്മുടെ ഒരു പോപ്പുലേഷനില്, നമ്മുടെ സമൂഹത്തില് എത്രത്തോളം ആളുകളെ ഇതിനകം അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, ഒന്നുകിൽ ഇൻഫെക്ഷൻ വഴി, അസുഖം വരുന്നത് വഴി, അല്ലെങ്കിൽ വാക്സിനേഷൻ. ഇപ്പം അൽഹംദുലില്ലാ വാക്സിൻ വന്നിട്ടുണ്ട്. ഒരു രോഗം കണ്ടുപിടിച്ച് 1.5 വർഷത്തിനകം വാക്സിൻ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു വാക്സിൻ കിട്ടി ആളുകൾക്ക് കിട്ടി തുടങ്ങി എന്നുള്ളത് തന്നെ വലിയ കാര്യം. അപ്പൊ അതിൽ എത്ര പേരെ എത്രയും വേഗം വാക്സിനേറ്റ് ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം സമൂഹത്തിലെ മനുഷ്യരെ നമുക്ക് വാക്സിനേറ്റ് ചെയ്യാൻ പറ്റുന്നു, എത്രത്തോളം പേര് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയി, ഇങ്ങനത്തെ ഇൻഫെക്ഷനിൽ കൂടെയും വാക്സിനേഷനിൽ കൂടെയും എത്രത്തോളം ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടി. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശക്തി കിട്ടി എന്നത് ഒരു ഫാക്ടർ. രണ്ടാമത്തത്, ഈ വൈറസ് ഒരു മനുഷ്യരിൽ നിന്ന് ഒരു മനുഷ്യനിലോട്ട് മാറുമ്പോൾ ഇതിൽ വ്യത്യാസങ്ങൾ വരും, ഇതിന്റെ ഘടനയിൽ ചില വ്യത്യാസങ്ങൾ വരും. ഇതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുക. അപ്പൊ ഇൻഫെക്ടിവിറ്റി റേറ്റ് കൂടുമ്പോൾ, അതായത് പെട്ടെന്ന് ഒത്തിരി ആൾക്കാർക്ക് ഇൻഫെക്ഷൻ വരുന്ന ഒരു സമയം, അതായത് പീക്ക് ലെവൽ ഓഫ് ദ വേവ്, കോവിഡ് വേവ് വരുന്ന സമയത്ത് പെട്ടെന്ന് മ്യൂട്ടേഷൻ സംഭവിക്കും. കാരണം എന്താണ്? വൈറസ് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഒരു മനുഷ്യരിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് ഇൻഫെക്ഷൻസ് വരുമ്പോൾ കൂടുതൽ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് വരുമ്പോൾ വൈറസിൽ വ്യത്യാസം വരാനുള്ള സാധ്യത വളരെയധികം കൂടുന്നു. അപ്പൊ ഈ മ്യൂട്ടേഷൻ വരിക, മ്യൂട്ടേഷനെയാണ് ആൽഫ, ബീറ്റ, ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാർത്തകളിൽ കേൾക്കുന്നത്. അപ്പൊ ഇതില് ഈ സെക്കൻഡ് വേവ് എന്ന് പറഞ്ഞ ഒരെണ്ണം ഇന്ത്യയിൽ വന്ന് ഓക്സിജൻ കാരണം മനുഷ്യൻ തെരുവില് മരിച്ചു വീഴുന്ന രംഗമാണ് നമ്മൾ കണ്ടത്, അല്ലെ? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ വലിയൊരു മ്യൂട്ടേഷൻ, ഒരു ഭയങ്കരമായിട്ട് രോഗം സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മ്യൂട്ടേഷൻ നമ്മുടെ വൈറസിൽ വന്നു, കോവിഡ് വൈറസിൽ വന്നു. ആ മ്യൂട്ടേഷൻ ഡെൽറ്റ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, ആ മ്യൂട്ടേഷൻ കാരണമാണ് ഇന്ത്യയിൽ ഇത്രയധികം ആൾക്കാർക്ക് അസുഖം വരാനും ഡെത്ത് റേറ്റ് കൂടാനും സീരിയസ് അവസ്ഥയിലേക്ക് പോവാൻ കാരണം ഈ മ്യൂട്ടേഷൻ കാരണമാണെന്നാണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഇപ്പോ ഈ മ്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് ഇനിയും ഒരു ഇൻഫെക്ഷൻ കൂടുതൽ സ്പ്രെഡ് ആക്കാനുള്ള തരം ഒരു മ്യൂട്ടേഷൻ വരികയോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഇമ്മ്യൂണിറ്റിയെ കവച്ചു വെക്കുന്ന തരത്തിൽ വൈറസിന് പെരുമാറത്തക്ക രീതിയിലുള്ള ഒരു മ്യൂട്ടേഷൻ വരികയോ, അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വന്നാല് പിന്നെയും ഒരു മൂന്നാം തരംഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞു എത്ര പേര് ഇമ്മ്യൂണിറ്റി, എത്രത്തോളം ആൾക്കാർക്ക്, പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ എത്രത്തോളം ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നു. രണ്ടാമത് വൈറസിന് എത്രത്തോളം മ്യൂട്ടേഷൻ സംഭവിക്കുന്നു, ഇനി വരാനുള്ള മ്യൂട്ടേഷൻ ആണ് ഈ പറയുന്നത്, സംഭവിക്കുന്നു എന്നുള്ളത്. മൂന്നാമത്തത് എന്താ? നമ്മളിപ്പോ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ തരംഗം മാറുന്നു, അതിനോടൊപ്പം എന്താണ്? ലോക്ക്ഡൌൺ എല്ലാം ഈസ് ചെയ്യുന്നു. ലോക്ക്ഡൌൺ ഈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും വിചാരിക്കും കോവിഡ് തീർന്നു, COVID-19 ഇല്ല, ഒരു വൈറസും ഇല്ല. അപ്പോ മാളുകൾ ഓപ്പൺ ചെയ്യുന്നു, പിന്നെ ഉമ്മയ്ക്കും പാപ്പയ്ക്കും വാക്സിനേഷൻ കിട്ടുന്നു. അപ്പൊ വാക്സിൻ കിട്ടുന്നവര് എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്തിനാ മാസ്ക്? വാക്സിൻ കിട്ടിയതല്ലേ. അപ്പൊ എന്താ? മാസ്ക് ഇല്ല. വാക്സിൻ കിട്ടിയവർക്ക് വീണ്ടും കൊറോണ വന്നുകൂടാന്നൊന്നും ഒരു നിയമവും ഇല്ല. വാക്സിൻ കിട്ടിയവർക്കും വരുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും സീരിയസ് ആവുന്നില്ലെന്നേ ഉള്ളൂ. അവർക്കൊന്നും രോഗം പുറമേക്ക് കാണിക്കില്ലായിരിക്കും, പക്ഷെ അവരുടെയൊക്കെ മൂക്കിലെ സ്രവങ്ങളിലും ചുമയ്ക്കുമ്പോഴും വർത്തമാനം പറയുമ്പോഴും ഒക്കെ അവരുടെ സലൈവയിൽ നിന്നൊക്കെ വൈറസ് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അഥവാ അവർ ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ. അപ്പൊ വാക്സിൻ എടുത്തവർക്കും കൊറോണ വരാം. അപ്പൊ വാക്സിൻ എടുത്തു എന്ന ധൈര്യം വരുന്നു, ലോക്ക്ഡൌൺ എല്ലാം മാറ്റി
എല്ലാം ഇത്രയും നാൾ വീട്ടിൽ അടച്ചിരുന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ എല്ലാം മാറ്റാൻ വേണ്ടി എല്ലാവരും ഗ്യാതറിങ്സിന് പോകുന്നു, കല്യാണത്തിൽ പങ്കെടുക്കുന്നു. അപ്പൊ അതൊക്കെ എന്താണ്, പിന്നെയും അടുത്ത കൊറോണ പുറപ്പെടാനുള്ള ഒരു ബിഹേവിയർ ആണ്. മനസ്സിലായോ? അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്ന് കൊറോണ ഇവിടെ ഉണ്ട് എന്ന സത്യം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ എന്നാണ് പറയാ. അതിനനുസരിച്ച് നമ്മൾ പെരുമാറിയാൽ മാത്രം പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കുക, ക്രൗഡഡ് ഗ്യാതറിങ്സിൽ പങ്കെടുക്കാതിരിക്കുക, മാളുകളിൽ കുട്ടികളെയും കൊണ്ട് പോവാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താലേ എന്ത് പറ്റൂ, മൂന്നാമതൊരു തരംഗം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലോക്ക്ഡൌൺ എല്ലാം മാറ്റി നിർത്തി ഇത് നമ്മള് പിന്നെയും പഴയതുപോലെ എല്ലാം കംപ്ലീറ്റ് ബാക്ക് ടു നോർമൽസി എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ പിന്നെയും ഒരു തേർഡ് വേവ് വരാം, അതില് സംശയമൊന്നുമില്ല. അപ്പൊ ഈ തേർഡ് വേവ് വരാതിരിക്കാൻ നമ്മൾ സ്വയം ശ്രദ്ധിച്ചാലേ പറ്റത്തുള്ളൂ. പിന്നെ ഇനി പറയാനുള്ളത് തേർഡ് വേവ് ഓഫ് COVID-19 ഇത് കുട്ടികളെ കൂടുതൽ ബാധിക്കും എന്നാണ് നമ്മളിപ്പോ എല്ലായിടത്തും കേൾക്കുന്നത്. അത് കാരണം ഗവൺമെന്റ് തന്നെ കുട്ടികൾക്കുള്ള ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ബെഡ് ഫെസിലിറ്റീസ്, IC ഫെസിലിറ്റീസ് എല്ലാം കൂട്ടുവാണ്. അപ്പൊ സത്യത്തിൽ അങ്ങനെ കുട്ടികളെ കൂടുതൽ ബാധിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ നമുക്ക് അറിയേണ്ടത്. അപ്പൊ അത് അറിയണമെങ്കിൽ നമ്മള് ഇതിന് മുന്നേ ഉള്ള ഡേറ്റ പരിശോധിക്കണം. അപ്പൊ ഇത്രയും നാള് നമ്മള് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തോന്നൽ ഉണ്ടാവാൻ കാരണം, തേർഡ് വേവിൽ കുട്ടികൾ കൂടുതൽ എഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നാൻ കാരണം എന്താ? കാരണം ആദ്യമായിട്ട് കൊറോണ വന്നപ്പോ അത് ബാധിച്ചിരുന്നത് 60 വയസ്സിന് മേലെയുള്ളവരെയോ, വയസ്സ് കൂടുന്തോറും കൊറോണ സീരിയസ് ആവാനുള്ള സാധ്യതയും കൂടി, മാത്രമല്ല വേറെ അസുഖങ്ങളുള്ള ആൾക്കാർക്കും, ഡയബറ്റിസ്, ഹാർട്ടിന് അസുഖം, അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാരെ ആയിരുന്നു കൂടുതൽ COVID-19 ബാധിച്ചിരുന്നത്. അങ്ങനെയുള്ളവർക്കായിരുന്നു കോവിഡ് കാരണമുള്ള മരണവും ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാലോ രണ്ടാമത്തെ വേവ് 2021 ആയപ്പോഴത്തേക്കും ഉണ്ടായ COVID-19 വേവിൽ എന്ത് സംഭവിച്ചു? എൽഡർലി പോപ്പുലേഷനിൽ നിന്ന് ഇൻഫെക്റ്റഡ് ആവുന്ന, അതായത് അസുഖം വരുന്നവരുടെ ആ ഒരു ഏജ് ഗ്രൂപ്പ് കുറഞ്ഞു. അതായത് 45 വയസ്സിന് താഴെയുള്ള ആൾക്കാർ തന്നെ കൂടുതൽ രോഗബാധിതരായി. വേറെ മുന്നേ ഒരു അസുഖം ഉണ്ടായിരുന്നില്ല, സാധാരണ പോലെ ആരോഗ്യമുള്ള ഡയബറ്റീസോ, പ്രഷറോ, ഹാർട്ടിന് അസുഖമോ, ക്യാൻസറോ ഒന്നും ഇല്ലാത്ത മനുഷ്യരെ കോവിഡ് ബാധിക്കുകയും കോവിഡ് സീരിയസ് ആവുകയും മരണപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അതിന്റെയൊക്കെ റേറ്റ് കൂടി. അതുകൊണ്ടാണ് എന്ത്, തേർഡ് വേവ് വരുമ്പോ ഇനിയൊരു കോവിഡ് തരംഗം വരുവാണെങ്കിൽ അത് ഒട്ടും തന്നെ ഇമ്മ്യൂണിറ്റി ഇല്ലാതെ, അതായത് ഇന്നേ വരെ കോവിഡ് ബാധിച്ചിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കുട്ടികൾക്ക് അത് ബാധിക്കും, അത് ബാധിക്കാൻ സാധ്യതയുണ്ട്, കൂടുതലായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. അതൊരു അസംഷൻ ആണ്. അപ്പൊ ആ ഒരു അസംഷൻ ശരിയാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ അസംഷന്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏജ് ഗ്രൂപ്പിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. ഏജ് ഗ്രൂപ്പിൽ വ്യത്യാസം വരാൻ കാരണം ആദ്യത്തെ തരംഗത്തിൽ മോസ്റ്റ് ഓഫ് ദ എൽഡർലി പോപ്പുലേഷന് അസുഖം ബാധിക്കുകയും അവർക്ക് ചെറിയ തരത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഒക്കെ കിട്ടുകയും ചെയ്തു എന്നുള്ളത്. രണ്ടാമത്തെ തരംഗത്തില് യങ്ങർ പോപ്പുലേഷനെ ബാധിക്കാൻ കാരണം ഞാൻ പറഞ്ഞു, ഒരു ഡെൽറ്റ മ്യൂട്ടേഷൻ, കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രീതിയിൽ വൈറസ് വളർന്നു. അതുകൊണ്ടാണ് അത് യങ്ങർ പോപ്പുലേഷനെ കൂടെ എഫക്ട് ചെയ്യാൻ കാരണം. മനസ്സിലായോ? ഇനി തേർഡ് വേവില് കുട്ടികൾ, അപ്പൊ നമ്മളിപ്പോ തേർഡ് വേവില് കുട്ടികളെ ബാധിക്കും എന്നുള്ള ഈ അസംഷൻ ശരിയാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ഡേറ്റ അനലൈസ് ചെയ്തപ്പോ ഇന്നേ വരെ ഈ ഒരു സെക്കൻഡ് വേവിലുള്ള ഡേറ്റ അനലൈസ് ചെയ്തു ഒരു 10,000 1 ലക്ഷം പേരെയോ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുള്ള മഹാരാഷ്ട്ര, ഡൽഹി അങ്ങനത്തെ സ്റ്റേറ്റ്സില് ചെന്ന് എത്രയെങ്കിലും ആൾക്കാരെ പരിശോധിച്ചതിൽ നിന്ന് എന്താണ് അറിയാൻ പറ്റിയത്? 50% ഓഫ് അഡൽട്സ്, അതായത് 20 വയസ്സിന് മേലെയുള്ള 100 ആൾക്കാരെ എടുത്താല് 50 മുതൽ 60% വരെ ആൾക്കാര് ഇൻഫെക്റ്റഡ് ആണ്. അതായത് അവർക്ക് രോഗം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. എങ്ങനെയാണ് രോഗം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായത്? അവരുടെ രക്തത്തില് ഈ രോഗത്തിനെതിരായിട്ടുള്ള ആന്റിബോഡി ഉണ്ട്, ആന്റിബോഡി കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ അതേപോലെ തന്നെ 10 മുതൽ 18 വയസ്സ് വരെയുള്ള അവിടെയുള്ള കുട്ടികളെയും പരിശോധിച്ചു.
അതിൽ നിന്ന് എന്ത് മനസ്സിലായി? 100 കുട്ടികളെ എടുത്താൽ 50 കുട്ടികൾക്ക് ഈ ആന്റിബോഡി ഉണ്ട്. അതായത് വലിയവരെ എടുത്താലും 50 പേർക്ക്, 100 പേരിൽ 50 പേർക്കുണ്ട്. കുട്ടികളെ എടുത്താലും 100 പേരിൽ 50 പേർക്കുണ്ട്. 50-ൽ കൂടുതലാണ്, ചിലയിടത്തൊക്കെ 60 മുതൽ 70 വരെ ഉണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്? വലിയ ആൾക്കാരെ ഇൻഫെക്ട് ചെയ്യുന്ന അതേ തോതിൽ തന്നെ കുട്ടികളെയും ഈ വൈറസ് ഇൻഫെക്ട് ചെയ്യുന്നുണ്ട്. വലിയ ആൾക്കാർക്ക് അസുഖം വരുന്ന പോലെ തന്നെ കുട്ടികളിലും ഈ വൈറസ് അസുഖം ഉണ്ടാക്കും എന്നതാണ് ഈ സ്റ്റഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അപ്പൊ നമ്മൾ പക്ഷെ കാണുന്നില്ല. നമ്മൾ നോക്കുമ്പോ നമ്മളൊരു പുറമേ നിന്ന് നോക്കുന്ന ഒരു ആളായിട്ട് നോക്കുമ്പോ എന്താ നമ്മൾ കാണുന്നത്? പനി വരുന്നതും മരിച്ചു വീഴുന്നതും എല്ലാം അഡൽട്ട് പോപ്പുലേഷൻ ആണ്, വലിയ ആൾക്കാരാണ്. കുട്ടികളിൽ ഇതൊന്നും സംഭവിക്കുന്ന നമ്മൾ കാണുന്നില്ല. അതെന്തുകൊണ്ടാ? കാരണം ഈ കുട്ടികളിൽ നമ്മള് ഇപ്പൊ സർവേ നടത്തിയ സ്ഥലങ്ങളിലുള്ള കുട്ടികളെല്ലാം എന്താണ്, അവിടെയൊക്കെ ഭയങ്കര ഇൻഫെക്ടിവിറ്റി റേറ്റ് ആണ്. ഈ സർവേ നടത്തിയ കുട്ടികളുടെ പാരന്റ്സ് എല്ലാം ഇൻഫെക്റ്റഡ് ആയിരുന്നിരിക്കും. അതുകൊണ്ട് അവരിൽ നിന്ന് കുട്ടികൾ കിട്ടിയതാവാം. പക്ഷേ ഈ കുട്ടികളൊന്നും സ്കൂളിൽ പോണില്ല, അതൊരു കാരണം. രണ്ടാമത്, കുട്ടികളിൽ വരുന്ന അസുഖം പിടിച്ചാൽ എന്ത് പറ്റും? അത് പുറമേക്ക് കാണില്ല, പുറമേക്ക് ഒന്നും കാണിക്കില്ല. വൈറസ് ഉള്ളിൽ കയറിയാലും പനിയും വരില്ല, ചുമയില്ല, ഒന്നുമില്ല. പുറമേക്ക് കാണാതെ അസിംപ്റ്റമാറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയും. ഒരു ലക്ഷണവും ഇല്ലാത്ത ഇൻഫെക്ഷൻ ആയിരിക്കും. അങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൂടുതൽ കുട്ടികളിൽ കാണും. അപ്പൊ അതുകൊണ്ടാണ് അധികം കുട്ടികൾക്ക് പനിയായിട്ടൊന്നും കാണാതിരുന്നത് ഇത്രയും നാള് കോവിഡ് വന്നത്. അതുപോലെ തന്നെ അഥവാ അവര് സിംറ്റം കാണിക്കുവാണെങ്കിൽ തന്നെ മൈൽഡ് ഇൻഫെക്ഷൻ ആയിരിക്കും. ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടാവും, ചെറിയ 1-2 ദിവസത്തെ ഒരു ചെറിയ പനി, വല്ലായിക ആയിട്ടങ്ങ് മാറും. അപ്പൊ പിന്നെ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ് വളരെ കുറവ്. അപ്പൊ 100 കുട്ടികളിൽ അസുഖം വന്നാല് 5 കുട്ടികൾക്ക് എന്താ പറയാ സീരിയസ് അസുഖം വരികയോ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടിയേ വരുന്നുള്ളൂ. മനസ്സിലായോ? ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന കുട്ടികളിൽ തന്നെ വളരെ ചെറിയൊരു ശതമാനം കുട്ടികൾക്ക് മാത്രമേ മരണം സംഭവിക്കുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും കൊറോണ പറ്റിയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ കൊറോണ കുട്ടികളിൽ ഇല്ല, കൊറോണ കുട്ടികളെ ബാധിക്കില്ല എന്നങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. അഡൽട്സിന് വരുന്ന പോലെ തന്നെ കുട്ടികളെയും ബാധിക്കാം. പക്ഷെ കുട്ടികളെ ഒരു കാരണവശാലും അഡൽട്സിന് വലിയ ആൾക്കാർക്ക് വരുന്നത് പോലെ വളരെ സീരിയസ് ആയി മാറുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പൊ അതാണ് കാരണം. അപ്പൊ തേർഡ് വേവ് വന്നാൽ തന്നെയും കുട്ടികൾക്ക് വളരെ സീരിയസ് ആയിട്ട് വരികയില്ല എന്നത് ഉറപ്പാണ്. കൂടുതൽ കുട്ടികളെ അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്താണ് അതിന് ഉത്തരം എന്ന് വെച്ചാൽ, അഡൽട്സ് ഇൻ പോപ്പുലേഷൻ കൂടുതൽ ഇമ്മ്യൂണിറ്റി കിട്ടിപ്പോയി, മിക്കവരും വാക്സിനേറ്റഡ് ആയി എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ 100 ആൾക്കാർ അസുഖം ഉള്ളവരെ എടുത്താല് കൂടുതലും കുട്ടികളായിരിക്കും. കാരണം കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജനിച്ച കുട്ടി മുതൽ 18 വയസ്സ് വരെ വാക്സിനേഷൻ എടുക്കാത്ത ഗ്രൂപ്പിൽപ്പെട്ട ആര് വേണേലും ആവാം. മനസ്സിലായോ? മാത്രമല്ല വാക്സിനേഷൻ എടുക്കാത്ത ബാക്കി അഡൽട്ട് പോപ്പുലേഷനിലുള്ളവരും വരാം. അപ്പൊ അവരിൽ കുട്ടികളുടെ എണ്ണം കൂടുതലായിരിക്കും. കാരണം ബാക്കി എഫക്ട് ചെയ്യുന്ന അഡൽട്ട് പോപ്പുലേഷന്റെ എണ്ണം കുറവാണല്ലോ, അവരെല്ലാം ഓൾറെഡി ഇമ്മ്യൂണിറ്റി കിട്ടിയവരാണല്ലോ. അതുകൊണ്ട് മാത്രം. പക്ഷെ ഇവരുടെ ഈ ഇത്രയും കുട്ടികൾക്ക് അസുഖം ആരും സീരിയസ് ആയി മാറുന്നില്ല. കാരണം കുട്ടികളിലുള്ള ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് കൂടുതലും ഏസിംപ്റ്റമാറ്റിക്, ലക്ഷണമില്ലാത്ത അസുഖമായിരിക്കും. അഥവാ ലക്ഷണം ഉണ്ടെങ്കിൽ തന്നെ വളരെ നേരിയ ലക്ഷണങ്ങളെ ഉണ്ടാവുള്ളൂ. വളരെ ചെറിയ ശതമാനം കുട്ടികൾക്ക് മാത്രമേ സീരിയസ് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ, അങ്ങനെയൊക്കെ വേണ്ടി വരുന്നു. അപ്പൊ അതാണ് 3ാം തരംഗ കുട്ടികളിൽ സീരിയസ് ആയിട്ട് എഫക്ട് ചെയ്യുമോ എന്നതിന്റെ ഉത്തരം. അപ്പൊ നത്തിങ് ടു പാനിക്. അപ്പൊ ഈ ഗവൺമെന്റ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. ഇനി ഒരു മ്യൂട്ടേഷൻ സംഭവിച്ച് ഇനി ഇൻഫെക്ടിവിറ്റി കൂടുകയും കുട്ടികൾക്ക് കൂടുതൽ സീരിയസ് അസുഖം വരുമോ ഇല്ലയോ ഒന്നും നമ്മുടെ കയ്യിലല്ല. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നു, ബട്ട് ദർ ആർ തിങ്സ് ദാറ്റ് ആർ അൺപ്രെഡിക്റ്റബിൾ. അത് കാരണം ബെറ്റർ ബി പ്രിപ്പയർഡ്, ബെറ്റർ
ബി പ്രിപ്പയർഡ് ഫോർ ദ വേർസ്റ്റ് എന്ന നിലയ്ക്കാണ് ഗവൺമെന്റ് എല്ലാ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്യുന്നത്. മനസ്സിലായോ? പക്ഷെ പൊതുസമൂഹത്തിനോ പാരന്റ്സിനോ ഒരു പാനിക് ആവേണ്ട ആവശ്യമില്ല. എന്താണ്, ദർ ഇസ് നോ നീഡ് ടു പാനിക്. പക്ഷെ നമ്മൾ നമ്മുടെ കരുതലുകളൊന്നും മറക്കാൻ പാടില്ല. കോവിഡ് ഇവിടെ തന്നെ ഉണ്ട്, കുട്ടികൾക്ക് കോവിഡ് വരാം. സ്കൂളിൽ പോകാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ മുൻകരുതലുകൾ എടുത്താൽ നമ്മുടെ കുഞ്ഞിന് അസുഖം വരാതെ നമുക്ക് നോക്കാം. അതാണ് അതിന്റെ കാര്യം. അടുത്തത് കുട്ടികൾക്ക് എങ്ങനെ കോവിഡ് വരാതെ പ്രിവെൻഷൻ, എങ്ങനെ കോവിഡ് വരാതെ നോക്കാം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് അഡൽട്സ് എല്ലാം വാക്സിനേഷൻ എടുക്കുക എന്നുള്ളത്. കാരണം മിക്കപ്പോഴും കുട്ടികൾ സ്കൂളിൽ വെളിയിലും പോണില്ല, വീട്ടിൽ മാത്രം ഇരിക്കുമ്പോൾ അഡൽട്സിൽ നിന്നായിരിക്കണം കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പൊ വലിയവർക്ക് അസുഖം വരാത്ത രീതിയിൽ അവര് പ്രോപ്പറായിട്ട് വാക്സിനേഷൻ എടുക്കുകയും പ്രോപ്പറായിട്ട് കോവിഡ് വരാത്ത തരം ബിഹേവിയർ എല്ലായ്പ്പോഴും പിന്തുടരുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുക്കില്ല അസുഖം. രണ്ടാമത്, ലോക്ക്ഡൌൺ ഈസ് ചെയ്തു എന്ന് പറഞ്ഞ കുട്ടികളെയും കൊണ്ട് ഗ്യാതറിങ്സ്, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ക്രൗഡഡ് പ്ലേസസ്, ഗ്യാതറിങ്സ്, ഒരു വീട് സന്ദർശനം, കല്യാണ വീട്, ഓരോരോ ഫംഗ്ഷൻ, എല്ലാത്തിനും ചെന്ന് കുട്ടികളെയും കൊണ്ട് പോകരുത്. കടകളിൽ കുട്ടികളെയും കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. കടകളിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് ഒരാൾ പോവുക, വാങ്ങാൻ, എത്രയും വേഗം തിരിച്ചെത്തുക. കാരണം എന്താണ്? ക്ലോസ്ഡ് സ്പേസസ്, ക്ലോസ്ഡ് COVID-19 സ്പ്രെഡ് വളരെ കൂടുതൽ. എന്നാൽ ഓപ്പൺ സ്പേസസ്, നമുക്കിപ്പോ കുട്ടികളെയും കൊണ്ട് പാർക്കിൽ പോവാമോ, ബീച്ചിൽ പോവാമോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തില് ഓപ്പൺ സ്പേസിൽ മാസ്ക് ഇട്ട് പോയി കുട്ടികളെയും കൊണ്ട് കളിപ്പിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അവിടെ ഒരു ക്രൗഡ് ഉണ്ടാകാത്തിടത്തോളം കാലം. മനസ്സിലായോ? പാർക്കിൽ പോയി കുറച്ചു നേരം നടക്കുക ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കുട്ടികൾക്ക് മനസ്സിന് ഒരു സമാധാനമായിരിക്കും. കാരണം ഫുൾ ടൈം വീട്ടിൻ്റെ അകത്തിരുന്ന് ഓൺലൈൻ ക്ലാസ് മാത്രമായിട്ട് ഇരിക്കുമ്പോൾ ഒരു എക്സസൈസും ഇല്ലാണ്ട് ഭക്ഷണം കഴിച്ച് അവരുടെ മിക്ക കുട്ടികളും ഒബീസ് ആയി കാണും ഈ ഒരു 1.5 വർഷം 2 വർഷത്തിനിടയ്ക്ക്. അപ്പൊ അവർക്ക് പറ്റുന്നിടത്തോളം ഒരു ഓപ്പൺ സ്പേസ് കിട്ടുന്നിടത്ത് നടത്തിക്കുകയോ കളിപ്പിക്കുകയോ എക്സസൈസ് ചെയ്യിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. യു ക്യാൻ ഫോളോ ദാറ്റ്. അതിന് മാസ്ക് ഇട്ടോ, മാസ്ക് ഇടുന്നതിന് കുഴപ്പമൊന്നും, മാസ്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. മാസ്ക് ഇട്ട് ഇതൊക്കെ ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അപ്പൊ സേഫും ആയിരിക്കും. അപ്പോ വാക്സിനേഷൻ, കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക, വലിയവർ അത് പിന്തുടരുക, മാസ്ക് ധരിക്കുകയും അത് മാസ്ക് കറക്റ്റായിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യും. മാസ്ക് വീട്ടിൽ വന്ന ഉടനെ നമ്മൾ എല്ലായിടത്തും തൊട്ട കൈകൾ കൊണ്ട് മാസ്ക് പിടിച്ച് മാറ്റുകയല്ല വേണ്ടത്. വീട്ടിൽ കയറിയ ഉടനെ നമ്മൾ കൈ സോപ്പിട്ട് കഴുകുക. വീട്ടിൽ കയറുന്നതിന് മുന്നേ നമ്മൾ കളിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, സാനിറ്റൈസർ ആണുള്ളതെങ്കിൽ സാനിറ്റൈസർ വെച്ച് ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക. വീട്ടിൽ വന്ന് കയറിയ ഉടനെ കൈ സോപ്പിട്ട് കഴുകുക. അത് നേരാവണ്ണം കൈ സോപ്പിട്ട് കഴുകാൻ കുട്ടികളെ പഠിപ്പിക്കുക. എന്നിട്ട് അതിനുശേഷം മാത്രം മാസ്ക് ഊരുക. മാസ്കിന്റെ വള്ളിയിൽ മാത്രം പിടിച്ച് വേണം ഊരാൻ, അല്ലാണ്ട് മാസ്ക് ഫുള്ളായിട്ട് പിടിച്ചിട്ടല്ല ഊരാൻ. പിന്നെന്താ, പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറെ ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ച് 2 കൈ അകലം ദൂരെ 2 മീറ്റർ ഡിസ്റ്റൻസ് നിൽക്കുക. പിന്നെ ക്രൗഡഡ് പ്ലേസസിൽ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുക. ഇതൊക്കെ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തേർഡ് വേവില് കുട്ടികളെ ബാധിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇനി കുട്ടികളില് COVID-19 ലക്ഷണങ്ങൾ എന്താണ്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, 100 കുട്ടികളെ എടുക്കുവാണെങ്കിൽ 100 കുട്ടികൾക്ക് COVID-19 വരികയാണെന്ന് വെച്ചു. അതിൽ 90% ആൾക്കാർക്കും ഒരു ലക്ഷണം ഉണ്ടാവില്ല. ഇവർക്ക് കോവിഡ് വന്നു എന്ന് തന്നെ അറിയില്ല. കാരണം എന്താ? ലക്ഷണം ഉണ്ടെങ്കിലല്ലേ നമ്മൾ അറിയുള്ളൂ. അപ്പൊ ഒന്നുമില്ല, ജലദോഷമില്ല, പനിയില്ല, ചുമയില്ല, ഒന്നുമില്ല. പിന്നെ ഒരു 85%നും അങ്ങനെ ആയിരിക്കും. പിന്നെ ഒരു 10% മൈൽഡ് സിംറ്റംസ് ഉണ്ടാവും. മൈൽഡ് എന്ന് പറഞ്ഞാൽ
ഞാൻ പറഞ്ഞു ചെറിയൊരു പനി, അല്ലെങ്കിൽ 2-3 ദിവസത്തെ പനി, ഒരു ജലദോഷ പനി പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയ പനിയും ചെറിയ ചുമയും അങ്ങനെയൊക്കെ ആയി മാറും. എന്നാൽ ആ 100-ൽ 5 പേർക്ക് സീരിയസ് ലക്ഷണത്തിലേക്ക് കടക്കാം. അതെങ്ങനെയാണ്? സീരിയസ് ലക്ഷണം എന്ന് പറയുന്നത് സീരിയസ് ആവാനുള്ള സാധ്യത കൂടുതൽ ആർക്കാണ്? ഈ ജനിച്ചത് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിൽ തന്നെ വയസ്സ് കൂടുന്തോറും ടീനേജ് കുട്ടികളിലാണ് കൂടുതൽ സീരിയസ് ആവാനുള്ള ചാൻസ് കൂടുതൽ. മാത്രമല്ല അതിൽ തന്നെ ഇച്ചിരി വണ്ണം കൂടിയ കുട്ടികൾ, പിന്നെ ഈ കുട്ടികൾ എന്ന വിഭാഗത്തിൽ അവർക്ക് വേറെ അസുഖങ്ങളുള്ള കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും കീമോതെറാപ്പിയോ എന്തെങ്കിലും ഹാർട്ടിന് അസുഖമോ ടൈപ്പ് 1 ഡയബറ്റീസോ വേറെ എന്തെങ്കിലും അസുഖമുള്ള കുട്ടികൾക്ക് കോവിഡ് വരാനുള്ള സാധ്യത എപ്പോഴും കൂടുതൽ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ടീനേജ് കുട്ടികളിൽ തന്നെ ഇച്ചിരി ഒബീസ് ആയിട്ടുള്ള കുട്ടികൾക്ക് കോവിഡ് സീരിയസ് ആവുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെന്താ, സീരിയസ് ആവുമ്പോൾ ഉള്ള ലക്ഷണം അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ സാധാരണ പനി പോലെ പനിയും ചുമയും ഒരു ചെറിയ തൊണ്ടവേദനയും ദേഹം വേദനയായിട്ടൊക്കെ ക്ഷീണം, അല്ലെങ്കിൽ കുട്ടിക്ക് കരച്ചില്, കളിയൊന്നും ഇല്ല, കളി കുറവ്, ആഹാരത്തിനോട് വെറുപ്പ്, അങ്ങനെയൊക്കെ ആയി പോകുന്ന പനിയാണെങ്കിൽ ഒരു 4 ദിവസമോ 5 ദിവസമോ കൊണ്ടൊക്കെ മാറും. ഈ സീരിയസ് ആവുന്ന പനികൾ എങ്ങനെയാണ്? ആദ്യം ഒരു 3 ദിവസം 4 ദിവസം കൊണ്ട് പനി മാറി, കുട്ടി ബെറ്റർ ആയി എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴുണ്ട് 8ാമത്തെ ദിവസം പിന്നെയും ഒരു പനി വരുന്നു. ആ പനി നിൽക്കുന്നില്ല, അതിനോടൊപ്പം ചുമയും. അപ്പോ ഒന്നുകിൽ പനി വിട്ടതിന് ശേഷം വീണ്ടും പനി വരികയോ, 5 ദിവസത്തിന് ശേഷം പനി വീണ്ടും പനി മാറിയില്ല, 5 ദിവസം കഴിഞ്ഞു 6, 7, 7ാമത്തെ ദിവസവും പനിയുണ്ട്, വിട്ട് പനി വരുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഇത് സാധാരണ പനി പോലെ പോകുന്ന കോവിഡ് പനിയല്ല, സീരിയസ് ആവാൻ പോകുന്ന പനിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുകയും ആവശ്യമുള്ള രക്തപരിശോധനകൾ ചെയ്യുകയും എക്സ്റേ എടുക്കുകയും അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് നടത്തുകയും വേണം. അപ്പൊ 5 ദിവസത്തിന് മേലെയുള്ള പനി വിട്ടതിന് ശേഷം വീണ്ടും പനി വരിക, ചുമ മാറണില്ല, ചുമ കൂടിക്കൊണ്ടിരിക്കണു, ചുമയോടൊപ്പം കുട്ടി ഒട്ടും ആക്റ്റീവ് അല്ല. ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഒന്നും പറയാനൊന്നും അറിയുണ്ടാവില്ല. അപ്പൊ അവരൊരു ഇറിറ്റബിൾ ആയിരിക്കും. ഇറിറ്റബിൾ എന്ന് പറഞ്ഞാല് എപ്പോഴും ഒരു ചെറിയ മുക്കലും മൂളലും കരച്ചിലും അങ്ങനെയൊക്കെ. മാത്രമല്ല നമ്മൾ ശ്വാസഗതി നോക്കുമ്പോൾ ശ്വാസം സ്പീഡി വിടുന്നു, അല്ലെങ്കിൽ ശ്വാസം സ്പീഡി വിടുന്നതിനോടൊപ്പം നെഞ്ചിന്റെ താഴ്ഭാഗം ഉള്ളിലോട്ട് വലിയുന്നു. അല്ലെങ്കിൽ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ശ്വാസം വിടുന്നതിനോടൊപ്പം ഒരു മുക്കലും മൂളലും, ഇങ്ങനെ മുക്കിക്കൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ ഫിറ്റ്സ് പോലെ വരിക. അപ്പൊ അങ്ങനെ നീല നിറം, നാക്കിനും ചുണ്ടിനും കൈക്കും കാലിനും ഒക്കെ നീല നിറം ആവുക. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇത് സീരിയസ് ആവുന്ന തരം പനിയാണ്, ഉടനെ മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതുണ്ട്. അല്ലാതെ 1-2 ദിവസത്തെ പനിയാണെങ്കിൽ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പാരസിറ്റമോൾ ഉണ്ടെങ്കിൽ പാരസിറ്റമോളും കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും എളുപ്പം ദഹിക്കുന്ന ഭക്ഷണവും കൊടുത്ത് കംപ്ലീറ്റ് റെസ്റ്റ് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് 2-3 ദിവസം പനി കുറയില്ല, കുഞ്ഞ് തീരെ ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെ മൂത്രത്തിന്റെ അളവിൽ കുറവുണ്ട്, അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടുകളുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകാം. പിന്നെ വലിയ ആൾക്കാരിലൊക്കെ കോവിഡ് വരികയും നമ്മൾ പൾസ് ഓക്സിമീറ്റർ വെച്ച് നോക്കുന്നു, CT സ്കാൻ എടുക്കുന്നു, ലങ്സിന്റെ ശ്വാസകോശത്തിന്റെ CT സ്കാൻ എടുക്കുന്നു, മിക്കവർക്കും ശ്വാസം മുട്ട് വരികയും ICUയിൽ അഡ്മിറ്റ് ചെയ്യും, ഓക്സിജൻ വേണ്ടി വരികയൊക്കെ ചെയ്യുന്നു. അപ്പൊ പക്ഷെ കുട്ടികളില് കോവിഡ് ന്യൂമോണിയ തുലവും കുറവാണ്, വളരെ കുറച്ച് കുട്ടികളിലെ അങ്ങനെ വരുന്നുള്ളൂ. അതിന്റെ ഓക്സിജന്റെയും ബാക്കി ഉപകരണങ്ങളുടെയൊക്കെ ആവശ്യം വളരെ കുറച്ച് കുട്ടികളിലേ വരുന്നുള്ളൂ. അതൊരു കാര്യം. പിന്നെ കുട്ടികളില് ഈ ന്യൂമോണിയ അല്ലാണ്ട് വയറ്റിളക്കം, ഛർദി, അതിനോടൊപ്പം ചെറിയ പനിയായിട്ടും കൊറോണ വരാം. വയറ്റിളക്കവും ഛർദിയും രോഗലക്ഷണമായിട്ട് വരാം. പിന്നെ
ഇതൊന്നും കൂടാണ്ട് കുട്ടികളില് പിന്നെ വേറൊരു സംഭവം എന്താ ഉള്ളതെന്ന് വെച്ചാല് കൊറോണ വന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാരണം സിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതായിട്ട് പോലും അറിയില്ല, ഒരു പനി പോലും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് 2 ആഴ്ചയോ 2 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം 1 മാസം മുന്നേ ചിലപ്പോ ഒരു ചെറിയ 2 ദിവസത്തെ പനി വന്നു പോയി, അല്ലെങ്കിൽ 1 മാസം മുന്നേ വീട്ടിലുള്ളവർക്കെല്ലാം പനി ഉണ്ടായിരുന്നു. അതിനോടൊപ്പം കുഞ്ഞിന് ചെറിയ 1-2 ദിവസത്തെ പനി വന്നു പോയി. പിന്നെ അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോ കുട്ടിക്ക് വീണ്ടും പനി വരികയും ദേഹത്ത് പാടോടുകൂടി പനിയും, നാക്കൊക്കെ നല്ല നാക്കും ചുണ്ടും എല്ലാം നല്ല ചുമന്ന് നിറത്തിലും, വിരലുകളൊക്കെ ചുമപ്പും, കൈയുടെ പുറമെ ചുമപ്പ്, കയ്യില് തൊലി ഇളകി വരുന്നു, അങ്ങനെ കണ്ണിനൊരു ചുമപ്പ്, അങ്ങനെ പിന്നെ അത് കൂടാണ്ട് കുട്ടിക്ക് തളർച്ച, കുട്ടിക്ക് ക്ഷീണം, വല്ലായിക, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണുന്നത് ഈ കോവിഡിന്റെ തന്നെ പിന്നീടുള്ള ഒരു കോംപ്ലിക്കേഷൻ, ലേറ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് കുട്ടികളിൽ വരുന്നതാണ്. അതായത് എന്താ പറയാ, ശരീരത്തിന്റെ പല ഭാഗങ്ങളെ അഫക്ട് ചെയ്യുന്ന ഒരു ഇൻഫ്ലമേഷൻ ആയിട്ട് വരുന്നതാണ്. അതിനെ MISC എന്നാണ് പറയുക. അപ്പൊ അങ്ങനെയും വരാൻ കുട്ടികളിൽ, പക്ഷെ അത് വളരെ ചെറിയ അംശം കുട്ടികൾക്കേ വരത്തുള്ളൂ. അതുകൊണ്ട് വളരെ പാനിക് ആവുക, അങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്ന് പറഞ്ഞ് വളരെയധികം പേടിക്കേണ്ടിയൊന്നുമില്ല. പക്ഷെ അതിനെപ്പറ്റി ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ചാല് അതിനായിട്ടുള്ള മരുന്ന് കൊടുത്താല് നല്ല ട്രീറ്റ്മെന്റ് കിട്ടും, ആ അസുഖം കറക്റ്റ് ടൈമിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ. അപ്പോ ഒന്ന് നമ്മൾ എല്ലാത്തിനെ പറ്റി അറിവുണ്ടായിരിക്കും, ഒന്ന് അതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്താൽ മാത്രം മതി. ഇനി എന്താ പറയാനുള്ളത്? പിന്നെ കുട്ടികളിലുള്ള വാക്സിനേഷൻ. അപ്പൊ വാക്സിൻ വന്നു എന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ വാക്സിൻ വലിയവരിൽ ഉപയോഗിക്കുന്ന വാക്സിൻ കുട്ടികളിലെ അഡിക്വേറ്റ് ട്രയൽസ് ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മള് കുറച്ച് ആൾക്കാരിൽ കൊടുത്തു നോക്കി അതിന്റെ അഡ്വേഴ്സ് ഇഫക്ട്സ്, അത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ എന്ന് ഇത്രയും നാളുകൾ പഠിച്ചതിന് ശേഷമേ നമുക്കത് മാസ്സായിട്ട് ഒരു ലാർജ് പോപ്പുലേഷനെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള വാക്സിൻ ട്രയൽസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ചില വാക്സിൻ, ഒരു ഫൈസർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ വാക്സിൻ 12 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇന്ത്യയിലില്ല, ബാക്കി സ്ഥലങ്ങളിലൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഫൈസർ വാക്സിൻ. അത് 12 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ട്രയൽസ് നടത്തിയിട്ടുള്ളൂ. അപ്പൊ അവർക്ക് കൊടുക്കാം, അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ കോവാക്സിനും ഇപ്പൊ കുട്ടികളുടെ ട്രയൽസ് നടത്തുന്നുണ്ട്. അപ്പൊ അതും സേഫ് ആണെങ്കിൽ അത് കുറച്ച് 2-3 മാസത്തിനകം കുട്ടികളിൽ കൊടുത്തു തുടങ്ങാൻ പറ്റും എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും പറയാൻ ഞാൻ വിട്ടുപോയോ? ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി ചോദ്യോത്തരങ്ങളുണ്ട് ഡോക്ടർ, പക്ഷെ ഡോക്ടർ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പോവാം. അതിനു മുന്നായിട്ട് 2 വീഡിയോസും കൂടി നമുക്ക് കാണാം. റഹീം ഷാ. താങ്ക് യു ഡോക്ടർ ആൻഡി. ഇനി ഡോക്ടർ ആൻഡി ഒന്ന് വിശ്രമിക്കട്ടെ. ആ ടൈം നമുക്ക് ഡൗട്ട്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി ഷാദു ആൻഡിനെ ഏൽപ്പിക്കുക, ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിലും ഇടാവുന്നതാണ്. ഈ സമയം നമുക്ക് ഡോക്ടർമാരുടെ 2 വീഡിയോസും കൂടി കാണാം. ഞാൻ ഡോക്ടർ ആഷിഖ്, പെരിന്തൽമണ്ണ അമൻസ സ്കിൻ ക്ലിനിക്കിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്. കൊറോണ വന്നതോടുകൂടി ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർ മാത്രം ഉപയോഗിച്ചിരുന്ന മാസ്ക് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അത് സിംഗിൾ മാസ്ക് ആയാലും ഡബിൾ മാസ്ക് ആയാലും നല്ല രീതിയിൽ കറക്റ്റ് രൂപത്തിൽ ഉപയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ N95 എന്ന് പറയുന്ന നല്ല മാസ്കുകളാണ്. അത് അല്ലെങ്കിലും സാധാ മാസ്ക് ആണെങ്കിലും സർജിക്കൽ മാസ്ക് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മോശമല്ലാത്ത പ്രവർത്തനം, സംരക്ഷണം കിട്ടും.
N95 അത്ര ആയിട്ടില്ലെങ്കിലും മറ്റ് മാസ്കുകൾ താരതമ്യേന മോശമല്ലാത്ത സംരക്ഷണം നമുക്ക് കൊറോണയിൽ നിന്നും അങ്ങനത്തെ അസുഖങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇതിൽ നല്ല ഒരു മാസ്കിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഇത് നല്ല ഫോൾഡിങ് ഉണ്ടായിരിക്കണം. അതായത് മൂക്കിൻ്റെ അടുത്ത് എത്തുമ്പോൾ നല്ല രീതിയിൽ അമർന്ന് നിൽക്കണം. ഇവിടെ നല്ല ഫിൽട്ടർ ആയിരിക്കണം. അതാണ് N95 മാസ്കിൻ്റെ ഗുണവും പ്രത്യേകതയും. സർജിക്കൽ മാസ്കാണ് പിന്നെയുള്ള സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത്. പിന്നെയുള്ള ക്ലോത്ത് മാസ്ക്. ഇതിൽ തെറ്റായ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ഉപയോഗം നമ്മൾ കണ്ടുവരുന്നത് കൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിംഗിൾ മാസ്ക് വെക്കുമ്പോൾ കുഴപ്പമില്ല. N95 അതിൻ്റെതായ ജോലി വൃത്തിയിൽ ചെയ്യും. കാരണം അതിൻ്റെ ഒരു മെക്കാനിസം ഒക്കെ ഉണ്ട്. പക്ഷെ ഡബിൾ മാസ്ക് വെക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് കാണാറുള്ളത്. സർജിക്കൽ മാസ്കിന് ഇങ്ങനെ ഒരു വെള്ള ഭാഗവും ഇങ്ങനെ ഒരു നീല ഭാഗവും കാണും. ഇതിൽ ഈ വെള്ള ഭാഗം മൂക്കിനോട് ചാരിയാണ് വേണ്ടത്. ഇങ്ങനെയാണ് വേണ്ടത്. നീല ഭാഗം പുറത്തോട്ടും. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് എത്രയായാലും ചിലപ്പോൾ വേണ്ട അത്ര ഫോൾഡിങ് വന്നോളന്നില്ല. അതുകൊണ്ട് തന്നെ 2 സർജിക്കൽ മാസ്ക് വെക്കുക എന്നുള്ളത് ഡബിൾ മാസ്കിങ്ങിൽ ഒരു നല്ല ഐഡിയ അല്ല. അതിന് പകരം നമുക്ക് ഇതിൻ്റെ മേളിലൊരു ക്ലോത്ത് മാസ്ക് വെച്ചാൽ മതി. അപ്പോൾ ഡബിൾ മാസ്കിങ് വെക്കുമ്പോൾ ഉള്ളിൽ സർജിക്കൽ മാസ്കും പുറത്ത് ക്ലോത്ത് മാസ്കും വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള രീതി. ഇനി വേറെ ഒന്നുള്ളത്, സർജിക്കൽ മാസ്ക് മാത്രം വെക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് ലൂസായ കാരണം ഇതിങ്ങനെ ഊരിച്ചാടുന്നത് പോലെ ഉദ്ദേശം നടക്കാത്തത് പോലെയും കാണാറുണ്ട്. അതിന് ചെറിയൊരു ചെപ്പടി വിദ്യ പോലെ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇട്ടാൽ ഇത് കുറച്ചും കൂടെ ടൈറ്റ് ആവും. ഇതുപോലെ ഇവിടെ 2 സൈഡിലും ഓരോ ട്വിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മാസ്ക് കറക്റ്റ് രീതിയിൽ തന്നെ വേണ്ടത് നേരത്തെ ഉള്ളതിനെക്കാട്ടിലും ടൈറ്റായിട്ട് നിൽക്കാനും സഹായിക്കും. മാസ്ക് വെക്കുക എന്നുള്ളത് നമുക്ക് സത്യത്തിൽ വേറെ പല രീതികളിലും തടയാൻ പറ്റുമെങ്കിലും കൊറോണ പോലത്തെ അസുഖങ്ങൾ തടയാൻ ഏറ്റവും നല്ല ഒരു ഉപാധി മാസ്ക് വെക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായി നല്ല രീതിയിൽ ഉപയോഗിച്ച് നമ്മളെ കൊണ്ടൊക്കെ ആവുന്ന വിധത്തിൽ എത്രത്തോളം കൊറോണയെ അകറ്റാൻ പറ്റുമോ അത്രയും നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും നല്ല ആരോഗ്യപരമായ ഒരു ദിവസം നേരുന്നു. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സക്കീർ ഹുസൈൻ. നമുക്ക് ഇന്ന് ആരോഗ്യപരമായ ഭക്ഷണ രീതിയെക്കുറിച്ച് സംസാരിക്കാം. ഹെൽത്തി ഹീറ്റിംഗ് ഹാബിറ്റ്സ്. പോഷകരമായ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഊർജവും ഇന്ധനവും നൽകും. അത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിയുടെ വികസനത്തിനും അത്യാവശ്യമാണ്. അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം, ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം, ചപ്പാത്തി, പൊറോട്ട, ചോറ് എന്നിവയിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. അത് നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കാണ് ശരീരം ഉപയോഗിക്കുന്നത്. അത് അളവിൽ കൂടുതൽ കഴിച്ചാൽ ശരീരം അത് കൊഴുപ്പായി ശേഖരിക്കുകയും പിന്നീട് ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ് സംബന്ധമായ അസുഖങ്ങൾക്ക് അത് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള സ്നാക്കുകൾ, ഡ്രിങ്കുകൾ, മറ്റ് പാനീയങ്ങൾ, സോഡ ആവട്ടെ, ജ്യൂസ് ആവട്ടെ, അത് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കണം. പിന്നെ അതിന് പകരം ഒരു ഗ്ലാസ് പാല് ദിവസം കുടിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. പിന്നെ കോഴിമുട്ട, കൊഴുപ്പ് കുറഞ്ഞ മാംസം, നട്ട്സുകൾ, അത് കാഷ്യൂ നട്ടോ, കപ്പലണ്ടിയോ, പരിപ്പ് വർഗ്ഗമോ എന്നിവയും ധാരാളം പ്രോട്ടീൻസ് ഉണ്ട്. അത് ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കുന്നതാണ് പ്രോട്ടീൻ. മസിൽ വളരുന്നതിന് പ്രോട്ടീൻ ആവശ്യമാണ്. പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും അത് ധാരാളം കഴിക്കുന്നത് നന്നായിരിക്കും. അതിൽ മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഡൈജഷൻ ആവശ്യമാണ്. മറ്റ് പല ശരീരത്തിൻ്റെ ഘടകങ്ങൾക്കും അത് സഹായിക്കും. നിങ്ങൾ സ്നാക്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഫ്രൂട്ട്സും നട്ട്സും തിരഞ്ഞെടുക്കണം. ഈ ഗ്രോസറിയിൽ നിന്ന് വാങ്ങുന്ന പലതരം സ്നാക്കുകളും കഴിയുന്നതും ഒഴിവാക്കണം. ദിവസേന ഒരു 60 മിനിറ്റെങ്കിലും വ്യായാമമോ കായികാഭ്യാസങ്ങൾ, സ്വിമ്മിങ്, ബൈക്കിങ്, റൈഡിങ്, ഫുട്ബോൾ കളി, ഓട്ടം, ചാട്ടം ഇതിലൊക്കെ ഏർപ്പെടണം. പിന്നെ നോൺ എഡ്യൂക്കേഷണൽ
സ്ക്രീൻ ടൈം 30-40 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ ചെയ്യരുത്. ഈ ഫോണിലും ടി വിയിലും നോക്കി കണ്ടിരുന്നാൽ ബുദ്ധിയും വികസിക്കില്ല, നമ്മുടെ ശരീരവും വികസിക്കില്ല. അതുകൊണ്ട് തന്നെ പുറത്തുള്ള കളികളിലൊക്കെ നിങ്ങൾ ഏർപ്പെടണം. ഇവരുടെ ഈ നല്ല മെസ്സേജുകൾ നമുക്ക് വേണ്ടി പകർന്നു തന്നതിന് ഈ 2 ഡോക്ടേഴ്സ്മാരിനും എന്റെ ഹൃദയം നിറഞ്ഞ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് സെഷൻ ആണ്. അപ്പൊ നമുക്ക് ചോദ്യോത്തര സമിതിയിലേക്ക് കടക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടണമായിരുന്നു, എനിക്ക് അയച്ചു തന്നാൽ മതി. ഡോക്ടർ, അപ്പൊ ഫസ്റ്റത്തെ ചോദ്യം, കുട്ടികൾക്ക് എടുക്കുന്ന പോളിയോ വാക്സിൻ ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് ഈ 3ാം തരംഗം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? അതിനോട് റിലേറ്റ് ചെയ്തിട്ട് 10 months വരെ ഉള്ള വാക്സിൻ എടുത്തിട്ടുണ്ട്, ബാക്കി ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് ഈ വാക്സിൻ എടുക്കാത്ത കുട്ടികൾക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യുമോ ഈ ഒരു 3ാം തരംഗം? ഈ കുട്ടികളുടെ ഏജ് പറഞ്ഞിട്ടുണ്ടോ 2 ചോദ്യങ്ങൾക്ക്? ഇല്ല. ഒന്ന് 6 years ആണോ, ഒന്ന് 11 years? 6 years and 11 years. 6 months ആണോ? 6 years, 6 വയസ്സ്, പിന്നെ 11 വയസ്സ്. 11 വയസ്സുള്ള ആൾക്കാണോ ഒരു കുത്തിവയ്പ് എടുക്കാത്തെ? ഞാൻ തന്നെ. റഹീം ഷാണോ? റഹീം ഷാ ഒരു പോളിയോ DPT കുത്തിവയ്പ്പുകൾ എടുക്കാത്തത് കൊണ്ട് COVID-19 വരും അങ്ങനെയൊന്നുമില്ല. പക്ഷെ പോളിയോ തുള്ളിമരുന്നും DPT കുത്തിവയ്പ്പുകളും എടുത്തിട്ടില്ലെങ്കിൽ ആ അസുഖങ്ങൾ വരും. ആ അസുഖങ്ങൾ സീരിയസ് അസുഖങ്ങളാണ്, മനസ്സിലായോ? ആ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് കുഞ്ഞ് ജനിച്ചത് മുതൽ പല ടൈമിലായിട്ട് ഫ്രീ ആയിട്ട് ഈ വാക്സിൻ കൊടുക്കുന്നത്. അപ്പൊ അത് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം എടുക്കണം, മനസ്സിലായോ? അതും കോവിഡ് തമ്മിൽ ബന്ധമൊന്നുമില്ല. കേട്ടില്ല. എനിക്ക് എടുക്കാൻ പറ്റുമോ? ഞാൻ 11 വയസ്സായി. അതാ ഞാൻ ചോദിച്ചേ, ഒരു വാക്സിൻ എടുത്തിട്ടില്ല എന്നാണോ, അല്ല 5 വയസ്സിലെ വാക്സിൻ, 5 വയസ്സിലെയും 10 വയസ്സിലെയും വാക്സിൻ മാത്രം മിസ്സായി എന്നാണോ? 10 മാസം വരെ എടുത്തിട്ടുള്ളൂ. 10 മാസം വരെ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ഒരു DT എന്ന് പറഞ്ഞൊരു വാക്സിൻ എടുക്കാൻ പറ്റും. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും 11 വയസ്സായുള്ള കുട്ടിക്ക്. സ്മോൾ ഡിയും ക്യാപിറ്റൽ ടിയും, അതായത് ഡിപ്തീരിയയുടെ ഒരു കുത്തിവയ്പ്പും ടെറ്റണസിന്റെ കുത്തിവയ്പ്പും ചേർന്നുള്ളൊരു കുത്തിവയ്പ്പ്. ചെറിയ കുട്ടികൾക്ക് DPT ആണ് നമ്മൾ കുത്തിവയ്ക്കുന്നത്. അപ്പൊ 11 വയസ്സായത് കൊണ്ട് നമുക്ക് DPT കുത്തിവയ്ക്കാൻ പറ്റില്ല, പക്ഷെ DT എന്ന് പറഞ്ഞ കുത്തിവയ്പ്പ് എടുക്കാൻ പറ്റും. അപ്പൊ അത് എടുക്കണം. നാട്ടിലെ എപ്പോഴാണോ ചെല്ലുന്നത് അപ്പൊ ഉടനെ തന്നെ പോയി DT വാക്സിൻ എടുക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊറോണ വന്നു പോയി കഴിഞ്ഞാൽ ആന്റിബോഡി ആയി എന്ന് പറയുന്നു. ആ കാലഘട്ടത്തിൽ പിന്നെ കൊറോണ വരില്ല എന്നും, അത് എത്ര നാൾ വരെ ഉണ്ടാകും? കൊറോണ വന്നു പോയി കഴിഞ്ഞാൽ ആന്റിബോഡി ഉണ്ടാവുക സാധാരണ നിലയ്ക്ക് 3 മാസം വരെയാണ് ആന്റിബോഡി ലെവൽ നല്ല ലെവലിൽ ഇരിക്കുക. പക്ഷെ ഓരോ ഇൻഡിവിജ്വലിനും വ്യത്യാസപ്പെട്ടിരിക്കും. ഒരാൾക്ക് ഉള്ള അത്രയും ആന്റിബോഡി ലെവൽ ആയിരിക്കില്ല വേറൊരാൾക്ക് ഉണ്ടാവുക. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ അല്ല ഈ കൊറോണ എന്നുള്ള അസുഖത്തിൽ ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അത് എത്ര നാൾ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതും. അത് കാരണം കൊറോണ വന്നുപോയവരും വാക്സിനേഷൻ എടുക്കണം എന്നുള്ളതാണ് കാര്യം. കൊറോണ വന്നുപോയവര് മൈൽഡ് ചെറിയൊരു പനി മാത്രമായിട്ടൊക്കെ വന്നുപോയവര് 2 ആഴ്ച മുതൽ 3 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് വാക്സിനേഷൻ എടുക്കാം. വേറെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കേണ്ടി വന്നവരാണെങ്കിൽ ആന്റിബോഡി കിട്ടത്തക്ക രീതിയിലുള്ള ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് വളരെ സീരിയസ് ആയിട്ട്
3 മാസം കഴിഞ്ഞിട്ട് വേണം ഇഞ്ചക്ഷൻ എടുക്കാൻ. ഒരു മിനിറ്റ്. ഡോക്ടർക്ക് ചിലപ്പോൾ കോൾ എങ്ങാനും വന്നിട്ടുണ്ടാവും, അതാണ് ഇങ്ങനെ കട്ടായിട്ട് നിൽക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഹലോ, കണ്ടിന്യൂ ചെയ്യാം. സോറി കേട്ടോ. കേൾക്കാമോ? കേൾക്കാൻ പറ്റും. യെസ് മാം, കേൾക്കാം. ചോദിച്ചു. കുട്ടികൾക്ക് സപ്ലിമെന്റ്സ്, കാൽഷ്യം, വൈറ്റമിൻ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട് അബവ് 5 years. അതുകൊണ്ട് എടുക്കാമോ എന്നാണോ? എടുക്കേണ്ടതുണ്ടോ എന്നാണ്. എടുക്കേണ്ടതുണ്ടോന്ന്. അപ്പോ എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസും കഴിക്കുന്ന കുട്ടിയാണ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്നുണ്ട്. പാല്, മുട്ട, മീനൊക്കെ കഴിക്കുന്ന കുട്ടിയാണെങ്കിൽ വേറെ ന്യൂട്രീഷൻ സപ്ലിമെന്റിന്റെ ആവശ്യമില്ല. പിന്നെ സ്ഥിരം വീട്ടിനുള്ളിലാണ്, ഒരു തരത്തിലുള്ള സൺ എക്സ്പോഷറും ഇല്ല, വല്ലപ്പോഴും നാട്ടിലാണെങ്കിൽ മുറ്റത്തെങ്കിലും ഇറങ്ങി കളിക്കും എന്ന് പറയാം. നാട്ടില് മുറ്റത്ത് ഇറങ്ങി കളിക്കുന്നില്ല, വീട്ടിന്റെ അകത്ത് മാത്രം, ഫ്ലാറ്റിനുള്ളിൽ മാത്രം ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ വൈറ്റമിൻ ഡി അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സ് എങ്കിലും, ഇടവിട്ടുള്ള ദിവസമെങ്കിലും വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കൊടുക്കുന്നതിൽ തെറ്റില്ല. ഒന്നും കഴിക്കുന്നില്ല, അവരുടെ ഫുഡിൽ അവര് എല്ലാം മാറ്റി വെക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, പാല്, മുട്ട ഒന്നും കഴിക്കാത്ത കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി കാൽഷ്യം ആൻഡ് വൈറ്റമിൻ സപ്ലിമെന്റ്സ് വേണം. എല്ലാ ഭക്ഷണവും ഉൾപ്പെടുത്തി കഴിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമില്ല. ഫൈസർ ആണോ കോവിഷീൽഡ് വാക്സിൻ ആണോ, ഏതാണ് ഗുഡ്? ഡിഫറൻസ് ഒന്ന് പറയാൻ ഒന്ന് ചോദിക്കുന്നത്. കൂടുതൽ നല്ലതെന്നോ? ഡിഫറൻസും കൂടി. ഡിഫറൻസ് എന്ന് പറഞ്ഞാല് മിക്കതിനും അതിന്റെ എഫിക്കസി ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. പക്ഷേ ചില ഓരോ മ്യൂട്ടേഷൻ വന്ന് ചില വേരിയൻസിന് കോവിഷീൽഡ് ഇഫക്റ്റീവ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കോവാക്സിൻ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോവാക്സിൻ ആണ് കൂടുതൽ ഇഫക്റ്റീവ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫൈസർ ഇന്ത്യയിൽ ഇല്ല. കാരണം ഫൈസർ എന്ന് പറയുന്ന വാക്സിൻ ഒരു വേറെ ടൈപ്പ് വാക്സിൻ ആണ്, mRNA ടൈപ്പ് വാക്സിൻ ആണ്. അത് ഉണ്ടാക്കുന്ന വേറെ രീതിയിലായതുകൊണ്ട് അത് സ്റ്റോർ ചെയ്യാനും ഒക്കെ തീരെ ലോ ടെമ്പറേച്ചറിൽ അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്ത് ഹോസ്പിറ്റൽ സെറ്റിംഗിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ സെറ്റിംഗിൽ കൊണ്ടുപോയി അത് കൊടുക്കാനുള്ള ഒരു ബാക്കപ്പ് നമുക്കില്ല. വാക്സിൻസ് അതിൻ്റെതായ രീതിയിൽ സ്റ്റോർ ചെയ്താൽ മാത്രമേ അതിന്റെ എഫിക്കസി മെയിൻറ്റെയിൻ ചെയ്യൂ, അതിന് ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചറിൽ ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വെറുതെ വെള്ളം കുത്തിവെക്കുന്നത് മാത്രം പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഒരു ഗുണവും കിട്ടില്ല, ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടത്തില്ല. അപ്പൊ ഫൈസർ വാക്സിൻ ഇന്ത്യയിൽ ഇല്ല. ഫൈസർ വാക്സിൻ ഉള്ള സ്ഥലത്ത് ഡെൽറ്റ വേരിയന്റ് അഗെയിൻസ്റ്റ് ആയിട്ട് ഇഫക്റ്റീവ് ആണോ എന്നൊന്നും പഠിച്ചിട്ടുമില്ല. അപ്പൊ ഏതേലും ഒരു വാക്സിൻ എടുത്താൽ മതി എന്നതാണ് ഇപ്പോഴത്തെ സംഭവം. പിന്നെ യങ്ങർ ഏജ് ഗ്രൂപ്പിന് കോവിഷീൽഡ് ഒഴിവാക്കുകയും ഫൈസർ വാക്സിൻ കൊടുക്കുകയും ചെയ്യുന്നതാണ് യൂറോപ്യൻ കൺട്രീസിൽ ചെയ്യുന്നത്. കാരണം കോവിഷീൽഡ് വാക്സിന് ചെറുതായിട്ട് വളരെ ചെറിയ ശതമാനം ആൾക്കാരിൽ ക്ലോട്ടിങ്, ത്രോംബോസിസ്, അതായത് രക്തം കട്ട പിടിക്കുന്ന തരം അസുഖങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം. പക്ഷെ അത്
എല്ലാ ആൾക്കാരിലും വരുന്നില്ല. അതുകൊണ്ട് കോവിഷീൽഡ് എടുത്തത് കൊണ്ട് രക്തം കട്ട പിടിച്ച ആളിന് ആപത്തുണ്ടാവും അങ്ങനെയൊന്നുമില്ല. കോവിഷീൽഡ് വളരെ ഇഫക്റ്റീവ് ആണ്. എന്നാൽ യങ്ങർ പോപ്പുലേഷനിൽ ഫൈസർ വാക്സിൻ ആണ് കൂടുതൽ റെക്കമെൻഡഡ്. ഫൈസർ ഉള്ള സ്ഥലത്ത്, ഇല്ലാത്ത സ്ഥലത്ത് കോവിഷീൽഡ് എടുത്താൽ മതി. കാരണം ത്രോംബോസിസ് 1,00,000 പേരിൽ 1-2 പേരിലായിരിക്കും വരുന്നത്. 1,00,000 പേര് വാക്സിൻ എടുക്കുന്നതിൽ. അസ്സലാമലൈക്കും ഡോക്ടർ. വലൈക്കും ഡോക്ടർ, എന്റെ പേര് ജാസ്മിൻ എന്നാണ്. 2 മക്കളുണ്ട്. ഒരാൾക്ക് 10 ഇയർ, ഒരാൾക്ക് 5 ഇയർ. ഇന്നലെ കഴിഞ്ഞ മാസം എന്നെ ഇടയമോക്ക് ഇതുപോലെ വന്നായിരുന്നു, പോസിറ്റീവ് ആയിരുന്നു. അന്നേരം അവൾക്ക് 5 വയസ്സിലെയും രണ്ടാമത്തെ ആൾക്ക് 10 ഇയറിലെയും ഇഞ്ചക്ഷൻ വാക്സിൻ നമ്മൾ എടുത്തിട്ടില്ല. അന്നേരം ഇനി എത്ര ടൈം ഇതിലെടുക്കാൻ പറ്റും ഇത്? ഇപ്പൊ കോവിഡ് ഓൾറെഡി കഴിഞ്ഞ മാസം 1-ാം തീയതി മുതലൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ 7-ാം തീയതി ആയപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു, പോസിറ്റീവ് ആയിരുന്നു. ഒരാളെ മാത്രം എടുത്തോളൂ. എത്ര മാസം? കോവിഡ് വന്നു പോയി 6 ആഴ്ച കഴിയുമ്പം ഏത് വാക്സിനും എടുക്കാം. വേറെ ഏത് വാക്സിനും എടുക്കാം. 2 months കഴിഞ്ഞിട്ട് എടുക്കുന്നതിന് കുഴപ്പമില്ല. 8 ആഴ്ച കഴിഞ്ഞ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ ഡോക്ടറെ അടുത്ത്? അപ്പൊ ഇത്രയും ചോദ്യങ്ങൾക്കും നമ്മുടെ സംശയ നിവാരണങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ നൽകിയ ഡോക്ടറിന് ഒരുപാട് നന്ദി. ഇനി ആർക്കെങ്കിലും ഡോക്ടറിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ കോർഡിനേറ്റർമാരെ ബന്ധപ്പെടുക. അവർക്ക് ഡോക്ടറിന്റെ പേഴ്സണൽ നമ്പർ ഉള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം. താങ്ക് യു ഡോക്ടർ ആൻഡി. ഡോക്ടർ ആൻഡിയുടെ ഈ വിലയേറിയ ടൈം നമുക്ക് വേണ്ടി മാറ്റിവെച്ച് നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു നൽകിയ ഡോക്ടർ ഷമീം ആൻഡിക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും താങ്ക് യു സോ മച്ച്. അവസാനമായി ഡോക്ടർമാരുടെ 2 വീഡിയോസ് കൂടി കാണാം. ഹലോ, ഹായ്. ഞാൻ ഡോക്ടർ ബെൻസി ഹുസൈൻ, സൈക്കാട്രിസ്റ്റ്, ഫ്യൂച്ചർ ഈസ് ഹോസ്പിറ്റൽ, എടപ്പള്ളി. നിങ്ങൾ കുട്ടികളെല്ലാവരും കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് വീട്ടിൽ തന്നെയായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരെ കാണുവാനോ പ്രിയപ്പെട്ട ടീച്ചർമാരെ കാണുവാനോ ഇഷ്ടപ്പെട്ട പാർക്കുകളിൽ പോകുവാനോ ഐസ്ക്രീം പാർലറിൽ പോകുവാനോ സാധിക്കുന്നുണ്ടാവില്ല. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സാഹചര്യം കടന്നു പോകും. ഈ സാഹചര്യം കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലോകത്തെ ഒരുപാടധികം ശാസ്ത്രജ്ഞന്മാർ മരുന്നുകൾ കണ്ടുപിടിക്കുകയും അത് പ്രതിരോധിക്കാനുള്ള വാക്സിനുകൾ കണ്ടുപിടിക്കുന്നതിലും ഏർപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു നിങ്ങളുടെ കൂട്ടുകാരെ കാണുവാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദിവസവും കൃത്യമായി പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പഠിക്കുവാനുള്ള പുസ്തകങ്ങൾ കൂടാതെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് മറ്റു പുസ്തകങ്ങൾ, കഥ ബുക്കുകളാകാം, പടം വരയ്ക്കുന്നതാകാം, അല്ലെങ്കിൽ പോയംസ് ആവാം, അങ്ങനെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതായിട്ട് ഉറപ്പുവരുത്തുക. കൂടാതെ കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും ഉറങ്ങുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. TV കാണുന്നത് കുറയ്ക്കുക. ഡെയിലി മാക്സിമം 45 minutes to 1 hour മാത്രം ടിവിയുടെ മുമ്പിലോ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലോ സമയം ചെലവഴിക്കുക. താങ്ക് യു. നമസ്കാരം.
ഞാൻ ഡോക്ടർ സയ്യിദ് സാബിഖ്, പീഡിയാട്രീഷ്യനാണ്. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ എനിക്ക് കുഞ്ഞുങ്ങളോടും പാരൻസിനോടും പറയാനുള്ളത് കോവിഡിനെ കുറിച്ച് തന്നെയാണ്. ഇന്ന് നമ്മളേറെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും കോവിഡിൻ്റെ പ്രയാസങ്ങളാണ്. ഇതിൽ നിന്ന് നമുക്ക് രക്ഷ തേടാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് മാസ്ക് തന്നെയാണ്. പലരും കുട്ടികൾക്ക് നോർമലായി നല്ല രീതിയിൽ മാസ്ക് വെച്ച് കൊടുക്കുന്നത് കാണാറില്ല. ഈ മാസ്ക് വെച്ച് കൊടുത്താൽ തന്നെ അത് അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതും കാണാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ വീട്ടിൽ തന്നെ ഏറ്റവും ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും കോവിഡ് വൈറസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് നമ്മുടെ മാസ്കുകളിലാണ്. അതിനാൽ തന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ഡിസ്പോസിബിൾ സർജിക്കൽ മാസ്ക് തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കുക. ഓരോ യാത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് ഡിസ്പോസ് ചെയ്യുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു ചില കാര്യങ്ങൾ ഈ ലോക്ക്ഡൗണിലെല്ലാം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ദിനേനുള്ള ആരോഗ്യത്തിലാണ്. ഒന്ന്, അവരുടെ ജീവിതചര്യ. രാവിലെ വളരെ ലേറ്റായി എണീച്ച് വളരെ ലേറ്റായി കിടന്ന് ഭക്ഷണമെല്ലാം ക്രമങ്ങളെല്ലാം തെറ്റുന്നത് നമ്മൾ പല കുട്ടികൾക്കും കാണുന്നുണ്ട്. അത് ചിലപ്പോൾ കുട്ടികളുടെ ആരോഗ്യം കുറയാനും ചില കുട്ടികൾക്ക് പൊണ്ണത്തടി ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മറ്റ് ഭക്ഷണമെല്ലാം നേരത്തിന് കഴിക്കുന്നുണ്ട് ഉറപ്പുവരുത്തുക. പിന്നെ ഒരുപാട് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന സമയമാണ്. പരിധി വിട്ട് കുട്ടികൾ ഗാഡ്ജറ്റ്സിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഡാമേജുകൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് 1-2 മണിക്കൂർ ആണ് നമുക്ക് സാധാരണ കുട്ടികളിൽ ഒരു മൊബൈലും സ്ക്രീനും ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉള്ളത്. അത് നമുക്ക് സാധാരണ ക്ലാസ്സുകൾക്കൊക്കെ യൂസ് ചെയ്യാം. അത് തന്നെ ഉപയോഗിക്കുന്നവർ അവരുടെ കാഴ്ച ഒരു സമയമാകുമ്പോൾ കോവിഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കാഴ്ച ശക്തി തീർച്ചയായും പരിശോധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് നമ്മളെ കുട്ടികളുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈലായി പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോൾ ഒരുപാട് കാലം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കല്ലേ, അപ്പോൾ അവരെ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസിലും പങ്കെടുപ്പിക്കാനും ശ്രദ്ധിക്കുക. എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു. നമസ്കാരം. ഞാൻ ഡോക്ടർ സയ്യിദ് സാബിഖ്. ഈ ഡോക്ടേഴ്സ് നൽകിയ നല്ല നല്ല മെസ്സേജുകൾ നമുക്ക് പകർന്നു തന്ന ഈ ഡോക്ടേഴ്സിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ്, നന്ദി പ്രകടനത്തോടു കൂടി നമ്മുടെ ഈ പരിപാടി അവസാനിപ്പിക്കാം. നന്ദി പ്രകടനത്തിനായി നമ്മുടെ പ്രിയ കൂട്ടുകാരി ഹനയെ ക്ഷണിക്കുന്നു. വെൽക്കം ഹന. ഹായ് കൂട്ടുകാരെ, മലർവാടി ദിശ ഫോറമായ അൽക്വയർ, അസൈബ, ഗുബ്ര യൂണിറ്റുകൾ സംയുക്തമായി സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ഡേയോട് അനുബന്ധിച്ച് മിണ്ടാമെന്ന വെബിനാറാണ് ഇന്ന് നടന്നത്. ഇന്ന് ഈ പ്രോഗ്രാമിൽ എൻ്റെ ഉത്തരവാദിത്തം നന്ദി പറയാനാണ്. പ്രാർത്ഥന ചൊല്ലിയ ജൻഹ മറിയമിനും സ്വാഗതം പറഞ്ഞ ഹനിയാക്കും പ്രോഗ്രാം അവതരിപ്പിച്ച റഹീം ഷാക്കും ആശംസ പറഞ്ഞ് അനുഗ്രഹാക്കും ഡോക്ടറെ പരിചയപ്പെടുത്തിയ ദിശ ഫോറം സെക്രട്ടറി ഹുസ്ന ആനിക്കും കോവിഡ് തരംഗങ്ങളും കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയത്തിൽ നമുക്ക് അറിവുകൾ പകർന്നു തന്ന മുഖ്യ അതിഥി ഡോക്ടർ ഷമീം ആനിക്കും വിലപ്പെട്ട സമയത്തിന്റെ ഇടയിലും നമ്മൾ മലർവാടി കൂട്ടുകാർക്ക് വലുതോ ചെറുത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പല അറിവുകളും പങ്കുവച്ച ആരോഗ്യ പ്രവർത്തകരായ ഡോക്ടർ ആഷിഖ്, ഡോക്ടർ മുജീബ് റഹ്മാൻ, ഡോക്ടർ സെയ്ദ് സാബിഖ്, ഡോക്ടർ ദീപ, ഡോക്ടർ സഞ്ജയൻ, ഡോക്ടർ ബെൻസർ ഹുസൈൻ, ഡോക്ടർ അജാസ് ബിൻ അബ്ദു, ഡോക്ടർ സക്കീർ ഹുസൈൻ എന്നിവർക്കും പല നേട്ടങ്ങളിലൂടെ പ്രസിദ്ധ ആർജിച്ച ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പല അറിവുകളും പങ്കുവച്ച പ്രിയ കൂട്ടുകാരായ റെഹാ റംലത്ത്, ഹമീൻ ഫിസാൻ, അസ്മീൻ ഐഷ, ഗായത്രി, അമാൻ, അസ്മി ഇന്നത്തെ പ്രോഗ്രാമിൽ ചോദ്യം ചോദിക്കാൻ ഹെൽപ്പ് ചെയ്ത ഷാദു ആൻഡിക്കും പ്രോഗ്രാമിന്റെ പിന്നിൽ പ്രവർത്തിച്ച മലർവാടി കോർഡിനേറ്റർ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും അവരുടെ അമ്മമാർക്കും എന്റെ പേരിലും മലർവാടിയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഹന, താങ്ക് യു സോ മച്ച്.
സംസാരിച്ചു. നമ്മളുടെ പ്രോഗ്രാം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് പിരിയാം. ഓക്കെ ആന്റി. ഓക്കെ ആന്റി. ഓക്കെ ആന്റി. Thank you, doctor, once again. ഓക്കെ ആന്റി. താങ്ക് യു.